സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. ഐ ആം നോട്ട്. ലോകത്തെ മേൽകീഴ് മറിക്കാൻ പോകുന്ന പവറാണ് ഗോസ്പൽ. ഇറ്റ് ഈസ് എ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴെപ്പോഴും. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതി. കരങ്ങൾ അടിച്ച് കർത്താവിന് നന്ദി പറയാം. നന്നായിട്ട് കരങ്ങൾ അടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമാണോ? ഞങ്ങൾക്ക് സന്തോഷമാണോ? സന്തോഷമാണോ? അത് സന്തോഷത്തോടെന്ന് പറഞ്ഞേ. ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ വിശ്വസിക്കും. പറയേണ്ടത് ഞങ്ങൾക്ക് സന്തോഷമാണെന്ന് സന്തോഷത്തോടെ പറയണം. സന്തോഷമാണോ? ഹല്ലേലൂയ. കർത്താവിന് നന്ദി പറയാൻ നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ ഒരു ദിവസം കൂടി വരുന്നു. ദൈവത്തെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും കൂടെ ഉണ്ടാവാൻ ആഗ്രഹിക്കണം. ലോകത്ത് ഏറ്റവും വിലപ്പെട്ടതായിട്ട് എന്തിനെയാണ് കരുതേണ്ടത്? പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ദ മോസ്റ്റ് വാല്യുബിൾ ഐറ്റം ഇൻ ദ വേൾഡ്. ഈ ലോകത്ത് ഏറ്റവും അമൂല്യമായ കാര്യം കർത്താവിൻ്റെ പ്രസൻസ് കിട്ടുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആമേൻ പറഞ്ഞില്ല. അതായത് കർത്താവിൻ്റെ സാന്നിധ്യം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് മാറേണ്ടത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ അതിനുവേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ പ്രസൻസ്. ഒരു യോന മതി ദൈവസാന്നിധ്യം കളയാൻ. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഒരു കപ്പലിൽ ഒരു യോന മതി കർത്താവിൻ്റെ സാന്നിധ്യം കളയാൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തെ വിലമതിക്കുന്നവരുടെ ഇടയിൽ വരും കർത്താവ്, എപ്പോഴും വരും. മനസ്സിലാവുന്നോ? ദൈവത്തെ വിലമതിക്കുന്നവരുടെ ഇടയിൽ എല്ലാവരും. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിച്ച്, നിങ്ങൾ ഈ സെക്കൻഡ് സാറ്റർഡേ ഒക്കെ വരുമ്പോൾ എപ്പോഴും പ്രാർത്ഥിച്ചു കോമ്പൗണ്ടിലേക്ക് കയറണം. എല്ലാവരും, വോളണ്ടിയേഴ്സും വരുന്നവരും ഇവിടെ ഉള്ളവരും എല്ലാം അത് ദാഹിക്കണം, പ്രാർത്ഥിക്കണം. എന്താ വേണ്ട? എനിക്ക് കർത്താവേ അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് കിട്ടണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. എപ്പോഴും ശ്രദ്ധിച്ചോണം. അതായത് ഈ നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മൾ വിചാരിക്കരുത് ഈ വലിയ മാരക പാപം വേണമെന്നില്ല ദൈവസാന്നിധ്യം നഷ്ടപ്പെടാൻ. അത് മനസ്സിലാക്കണം. ദൈവസാന്നിധ്യം നഷ്ടപ്പെടാൻ മാരകപാപം തന്നെ വേണമെന്നില്ല. മനസ്സിലായോ? കൂട്ടം കൂടി രണ്ടുപേര് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ കർത്താവിൻ്റെ പ്രസൻസ് പോകും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നാൽ കർത്താവിൻ്റെ സാന്നിധ്യം പോവും. നിങ്ങൾക്ക് മൗണ്ട് കാർമലിനെ നശിപ്പിക്കണമെങ്കിൽ ഈ കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരു 10 പേരെ ഇവിടേക്ക് ഫുൾ ടൈമേഴ്സായിട്ട് വിട്ടാൽ മതി. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മൗണ്ട് കാർമലിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ കുറ്റം പറഞ്ഞു നടക്കുന്ന ഒരു 10 പേരെ, എപ്പോഴും കുറ്റം, എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കുന്ന ഒരു 10 പേരെ ഫുൾ ടൈമേഴ്സായിട്ട് ഇവിടെ വിട്ടാൽ മതി. ഉള്ള സാന്നിധ്യം കൂടെ പൊക്കോളും. പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ ചെയ്യരുത്. എന്നാൽ മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവിൻ്റെ പ്രസൻസ് കിട്ടണമെങ്കിൽ അവിടെ അതിനുവേണ്ടി അതിന് വില കൊടുക്കുന്നവരും അതിന് വില മതിക്കുന്നവരും വേണം. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പള്ളിയിൽ പോയാൽ നിങ്ങൾ ആഗ്രഹിക്കേണ്ട അതാണ്. എന്താണ്? കർത്താവ് എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം കിട്ടണം. അത് ആഗ്രഹിക്കാതെ കോമ്പൗണ്ടിനകത്ത് കയറരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത് ചില സമയത്ത് നമ്മൾ ഞെളിവിരി കൊള്ളും. പറഞ്ഞേ ഹല്ലേലൂയ. ചില സമയത്ത് നമുക്ക് ഈ മീനെ എടുത്ത് കരക്കിടുന്ന പോലെ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഒരു ദൈവ ശുശ്രൂഷ ജഡത്തിൽ ചെയ്യാൻ പറ്റത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ദൈവ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അത് ആത്മാവിലെ പറ്റത്തുള്ളൂ, ജഡത്തിൽ അത് പറ്റത്തില്ല. മനസ്സിലായോ? നമ്മൾ നല്ല ഹെൽത്തിയാണ്, ഒരു ആരോഗ്യ പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. എന്നാ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. നമ്മൾ നല്ല ഫ്രഷാണ്, പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല, വലിയ കട്ടിപ്പണിയൊന്നും ഇല്ലായിരുന്നു ഈ ആഴ്ച, ഒന്നും കാര്യമില്ല. ആത്മാവിൻ്റെ പ്രസൻസ് വരണം. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എത്രയും പ്രാർത്ഥിപ്പിച്ച് കേട്ടോ. അതായത് ബ്ലോക്ക് ചെയ്യുന്നവരുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അതിനെ ബ്ലോക്ക് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ടാണ് അത് നമ്മൾ ഇച്ചിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു. പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ ദൈവം എന്ത് ചെയ്യും? ദൈവം പരാജയപ്പെടുത്തത്തില്ല. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ.
അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ഓരോരുത്തരും ശ്രദ്ധിക്കണം. എല്ലാവരും എവിടെ പോയാലും, നിങ്ങൾ എവിടെ പോയാലും ഓരോരുത്തരും ശ്രദ്ധിക്കണം. വെറുതെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വഴക്കുണ്ടാക്കിയാൽ അവിടെയുള്ള കർത്താവിൻ്റെ പ്രസൻസിനെ നശിപ്പിക്കാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയ. ഭയങ്കര വഴക്കും വൈരാഗ്യവും വെറുപ്പൊക്കെ ആയിട്ട് അവിടെ അടിയും വഴക്കും ഒക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ തന്നെ ദൈവത്തിൻ്റെ പ്രസൻസ് കളയാൻ ഒരു യോന മതി. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കണം. വോളണ്ടിയേഴ്സും ഒക്കെ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാതെ ഈ പഞ്ചായത്തിൽ പരിസരത്തിൽ ഒരെണ്ണം പോലും നടക്കരുത്. പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നോണം. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായി? വെറുതെ നടക്കരുത്, വെറുതെ നടക്കരുത്. കാരണം ഒരു യോന മതി എല്ലാം കളയാൻ. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരും കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും. ഓക്കെ, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത്, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആത്മാവിൽ എപ്പോഴും പ്രാർത്ഥനാ നിരതരായിരിക്കും. എഫേസ്യോസ് 6:19 പെട്ടെന്ന് വായിക്കുക. എഫേസ്യോസ് 6:19 വേഗം വായിക്കുക. എഫേസ്യോസ് 6:19. ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവം പ്രസംഗിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വാ തുറക്കുമ്പോൾ എന്തെങ്കിലും വന്നാൽ പോരാ. എന്ത് വരണം? വചനം വരണം, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ വരണം, ദൈവസ്വരം വരണം, ദൈവത്തിൻ്റെ വാക്കുകൾ വരണം. ആ വാക്കേ നിങ്ങളെ സുഖപ്പെടുത്തത്തുള്ളൂ. ലോകത്തെ 1000 വാക്ക് പറഞ്ഞാലും അത് ഇവിടെ ഇരിക്കുന്ന ആരെയും സുഖപ്പെടുത്തത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒരു വാക്ക്, ദൈവത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ അത് സുഖപ്പെടുത്തും. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ദൈവവേല ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ വെല്ലുവിളി എപ്പോഴും ദൈവത്തിൻ്റെ വാക്കുകൾ പറയാൻ പറ്റണം. എപ്പോഴും ആത്മാവിൽ ദൈവത്തിൻ്റെ വാക്കുകൾ പറയാൻ പറ്റണം. അതിന് അപ്പോസ്തലൻ പറയുകയാണ്. ആരാ പറയുന്നത്? പൗലോസാ പറയണേ. നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ലാത്തത്ര വലിയ ദൈവാനുഭവം ഉണ്ടായിരുന്ന പൗലോസാണ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിച്ചോണോന്ന്. എന്തിന്? ഞാൻ വാ തുറക്കുമ്പോൾ എനിക്ക് വചനം കിട്ടാനും സുവിശേഷത്തിൻ്റെ രഹസ്യം ധൈര്യപൂർവം പ്രഖ്യാപിക്കാനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. 18 വായിക്കാം. 18 തൊട്ട് മുമ്പത്തെ വാക്യം. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. കണ്ടോ? ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താണ് ആത്മാവിലെ പ്രാർത്ഥന? അത് പറഞ്ഞുതരാം. എന്താണ് ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ? ഇപ്പൊ നമ്മൾ വാ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വാചിക പ്രാർത്ഥനയാണ്, മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് മാനസിക പ്രാർത്ഥനയാണ്. വാ കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് വാചിക പ്രാർത്ഥന, അത് വെർബൽ പ്രയർ. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് മാനസിക പ്രാർത്ഥന, മെന്റൽ പ്രയർ. ആത്മാവിലെ പ്രാർത്ഥന ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എനിക്കൊന്ന് പറഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് അതിന് വേറൊരു വാക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് പറഞ്ഞു തരണം. എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കണം ചേച്ചി, എനിക്ക് പ്രാർത്ഥിക്കണം. എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഭയങ്കര കൊതി. ആത്മാവിൽ പ്രാർത്ഥിക്കണം എങ്ങനെ പറഞ്ഞാ? ചുമ്മാ അതൊന്നും പറയാതെ കാര്യം പറ. എനിക്ക് പ്രാർത്ഥിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു ഇപ്പോൾ വിശ്വാസത്തിലേക്ക് വന്നേ ഉള്ളൂ, 5 മിനിറ്റേ ആയുള്ളൂ. എനിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കണം, വേഗം പറഞ്ഞു തരൂ. മൗനമായിട്ടിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? അതെങ്ങനെയാ പറ. അതൊക്കെ ആശയമാണ്. എങ്ങനെ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കണം, എങ്ങനെ എനിക്കൊന്ന് പറഞ്ഞാ. ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെ ആത്മാവിൽ എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത്? അതെന്തല്ലേ ആത്മാവിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? ഒരു മനുഷ്യൻ ആത്മാവിലെ അവൻ്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൻ്റെ ആത്മാവിലെ പ്രാർത്ഥന. അവൻ്റെ ആത്മാവിൻ്റെ ദാഹം, അതാണ് ആത്മാവിലെ പ്രാർത്ഥന. അതിന് വാക്കൊന്നുമില്ല. ഒരു വ്യക്തി എപ്പോഴും ആത്മാവിൽ ദാഹിച്ചുകൊണ്ടിരിക്കണം. എന്താണ്? എനിക്ക് എൻ്റെ കർത്താവിനോട് എപ്പോഴും കണക്റ്റഡ് ആയിട്ട് ഇരിക്കണം. അത് അവൻ്റെ ഉള്ളിലെ ഭയങ്കര ദാഹമാണ്. അങ്ങനെയുള്ളവൻ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിന് വാക്കുകളില്ല. അവാച്യമായ നെടുവീർപ്പുകളാൽ, അവാച്യമായ നെടുവീർപ്പ്. അയ്യോ, നെടുവീർപ്പ്. ആ നെടുവീർപ്പ് എന്താണ്? എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. അപ്പൊ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, എനിക്കെൻ്റെ യേശുവിനോട് മിണ്ടിയാൽ മതി, എനിക്കെൻ്റെ യേശുവിനോട് സമയം ചെലവഴിച്ചാൽ മതി, യേശുവിനോട് കൂടെ എനിക്ക് കർത്താവ് മതി, നീ മാത്രം മതി. പാടുന്നല്ല, അത് നിന്റെ
ഏറ്റവും വലിയ ആഗ്രഹമായി മാറുമ്പോൾ നീ എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. So that intensified wish of being one with Jesus is your prayer in spirit. അങ്ങനെയുള്ള ആൾ ആത്മാവിൽ എപ്പോഴും അതില്ലാത്തവൻ പള്ളി വരുന്ന 5 മിനിറ്റ് മാത്രമേ ഉള്ളൂ, അവന് യേശു 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 യേശു. ആത്മാവിൽ. അപ്പൊ വായിക്കേ എഫെസോസ് 6:18, പെട്ടെന്ന് വായിക്കേ. എല്ലാ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ, അവിശ്രാന്തം ഉണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി. മനസ്സിലായോ? അതായത് നമുക്ക് ഞാൻ പറയട്ടെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഇതിനേക്കാൾ വലിയ ഒരാഗ്രഹവും വേണ്ടിനി. മനസ്സിലായോ? വേറെ ഒരു കാര്യത്തിലും നിങ്ങളുടെ എനർജി കളയരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചുറ്റും ഇഷ്ടം പോലെ കാണും, അതിൻ്റെ പുറകെ പോയി സമയം കളയരുത്. മനസ്സിലായോ? പിണറായി സർക്കാർ എന്താ മാറാത്തത്? എനിക്കെന്നെ മാറിയിട്ട് മോദി എന്ന് മാറും? ട്രംപ് മാറുമോ? മോദി മാറിയാലും പിണറായി മാറിയാലും ട്രംപ് മാറിയാലും നീ മാറിയില്ലെങ്കിൽ ഒരു ഗുണവുമില്ല. നമ്മുടെ വിഷയം എന്താണ്? നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. മനസ്സിലായോ? നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമ്മുടെ വിഷയം എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. നമ്മുടെ വിഷയം ഇതാണ്. എനിക്കെൻ്റെ കർത്താവ് മതി. അങ്ങനെ ഇൻറ്റൻസിഫൈഡ് ആയിട്ട് നിങ്ങൾ കർത്താവിന് വേണ്ടി ദാഹിച്ചാൽ, ഞാൻ പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട. പിന്നെ കർത്താവിനെ കണ്ടാൽ മതി, കർത്താവിനെ കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കർത്താവാണ് നോക്കുന്നത്. നമ്മൾ എന്തോരം എനർജിയാണ് വെറുതെ മനുഷ്യരോട് യുദ്ധം ചെയ്ത് കളയുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി കളയുന്നത്. മനസ്സിലായോ? അവരെന്നെ നോണ്ടി, അവരെന്നെ ഇങ്ങനെ പറഞ്ഞു, ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞു, അവൻ പറഞ്ഞു അച്ഛോ അത് അങ്ങനെ പറഞ്ഞു, അച്ഛോ അത് ഇങ്ങനെ പറഞ്ഞു. നല്ല ചൂരൽ വെട്ടി അടിക്കണ്ടേ? എടാ, അതിന് സമയം കളയാത്, അതിനുവേണ്ടി നിന്റെ എനർജി കളയാത്. ആ സമയം നീ ഏറ്റവും വിലപ്പെട്ടതിന് വേണ്ടി സമയം ചെലവഴിക്കുക. നിന്റെ ആത്മാവിൽ നീ പ്രാർത്ഥിക്കുക, ദൈവമേ ഈ അവൻ എന്നാ പറഞ്ഞാൽ എനിക്കെൻ്റെ യേശുവിനെ കണ്ടാ. മനസ്സിലായോ? എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി. എനിക്ക് വേറെ അതിനെ ചുറ്റും നടക്കുന്ന ലോകത്ത് അവർ എന്നെ നോക്കി ചിരിച്ചില്ല, അങ്ങോട്ട് പോയപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ല, എൻ്റെ മെസ്സേജിന് മറുപടി അയച്ചില്ല, നിന്റെ ഫോൺ ഞാൻ തല്ലി പൊട്ടിച്ചു കളയും. ഇന്ന് ഞാൻ വയലൻ്റാണ്. അതായത് നമ്മൾ എന്തിനാണ് വെറുതെ ഈ എനർജി ആവശ്യമില്ലാത്തതിന് കളയുന്നത്? ഞാൻ ചോദിക്കട്ടെ, മനുഷ്യർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. മനുഷ്യൻ നിങ്ങളെക്കുറിച്ച് ദോഷം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. മനസ്സിലായി? ഇതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോണില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോണില്ല. അപ്പോൾ ഒരു സന്യാസി ഇങ്ങനെ ഇരിക്കുകയാണ്. സന്യാസി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തം വന്നിട്ട് വായു വന്ന എല്ലാം ചീത്ത മുഴുവൻ വിളിച്ചു സന്യാസിയെ. സന്യാസി നാരങ്ങ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. സന്യാസി പറഞ്ഞു, ഒരു നാരങ്ങ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, സന്യാസി ഇതെന്താണ്? ഇത്രയും തെറിവിളി കേട്ട് നിന്ന് ഞങ്ങൾക്ക് തന്നെ അവനെ മടല് വെട്ടി അടിക്കാൻ തോന്നി. സന്യാസി എന്താണ് ഇങ്ങനെ അപ്പൊ സന്യാസി പറഞ്ഞു, നിങ്ങൾ സെമിത്തേരി ചെന്നിട്ട് ഒരു കല്ലറയെ നോക്കി അവൻ വിളിച്ച് ചീത്ത മുഴുവൻ വിളിച്ചോ, എന്ത് സംഭവിക്കും? സെമിത്തേരിന്ന് ഭൂതങ്ങൾ ഇറങ്ങി വന്നിട്ട് നിങ്ങളെ കഴുത്തിന് പിടിക്കുവോ? എടാ, ചത്തവനെ ഇത് വല്ലതും ബാധിക്കുവോ? ചത്തവനെ ബാധിക്കുവോ? ഇല്ല. മനസ്സിലായോ? അങ്ങ് ചത്തോണം, ലോകത്തിന് ചത്തോണം, എന്നിട്ട് ദൈവത്തിന് വേണ്ടി ദാഹിച്ചോണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊക്കെ എന്തിനാ പറയുന്നത് അറിയാം? ഇതാണ് റോമർ 6. അതാണ് പഠിക്കാനുള്ളത്. റോമർ 6. നമ്മൾ ഈ ലോകത്തിന് മരിച്ചവരാണെന്നും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. വായിക്കുക, തുടങ്ങ്. റോമർ 6 1 മുതൽ പറഞ്ഞാണ്. ഒന്നുകൂടെ പെട്ടെന്ന് വായിച്ചു പോവാണ്. റോമർ 6. എന്താണ് പറയേണ്ടത്? കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണം, ഒരിക്കലും പാടില്ല. പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവൻ്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവൻ്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം
അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിൻ്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ യേശുവിലേക്ക് വന്നപ്പോൾ നമ്മൾ യേശുവിനോടുകൂടെ മരിച്ചവരായി മാറി. ആമേൻ കേട്ടില്ലേ? അതായത് നമ്മൾ യേശുവിനോടുകൂടെ എന്ത് ചെയ്തു? മരിച്ചവരായിട്ട് മാറി. ഞാൻ ഇനി പറയുന്നു, വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. റോമർ 6, 7, 8 മനസ്സിലാവാൻ വേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. അതായത് ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് നമ്മൾ യേശുവിനോടുകൂടെ മരിച്ച ആ പ്രഖ്യാപനമായ മാമോദീസായിലാണ്. ഒന്നാമത്തെ കാര്യം. അത് എളുപ്പമാണ്. എന്താണിത്? നമ്മുടെ ക്രിസ്തീയ ജീവിതം, നിന്റെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചു എന്ന് മാമോദീസ സ്വീകരിച്ചപ്പോൾ. അന്ന് എന്ത് സംഭവിച്ചു? അന്ന് ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ക്രിസ്തുവിനോടുകൂടെ മരിച്ചു. ഇനി അങ്ങനെ നമ്മൾ ആരംഭിക്കുമ്പോൾ ചില സഹോദരങ്ങൾ ചോദിക്കും, നിങ്ങൾ രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടോ? കൃത്യമായ ബൈബിളിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. രക്ഷയ്ക്ക് 3 കാലങ്ങളുണ്ട്. എന്തൊക്കെയാണ്? രക്ഷയ്ക്ക് ഒരു പാസ്റ്റ് ഉണ്ട്, രക്ഷയ്ക്ക് ഒരു പ്രസന്റ് ഉണ്ട്, രക്ഷയ്ക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ട്. ഗ്രാമർ ക്ലാസ് അല്ല. രക്ഷയ്ക്ക് എന്തുണ്ട്? പാസ്റ്റ് ഉണ്ട്, പ്രസന്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ഭൂതകാലമുണ്ട്, പിശാച് കാലമുണ്ട്, അതല്ല, ഭൂതകാലമുണ്ട്, വർത്തമാനകാലമുണ്ട്, ഭാവി കാലമുണ്ട് രക്ഷയ്ക്ക്. അപ്പൊ എന്താണ്? രക്ഷയുടെ പാസ്റ്റാണ് നമ്മുടെ അന്ന് വരെയുള്ള, മാമോദീസ സ്വീകരിക്കുന്നത് വരെയുള്ള പാപങ്ങൾ ക്രിസ്തുവിലൂടെ ക്ഷമിച്ചു, നമ്മളെ ദൈവമക്കളാക്കി മാറ്റി. പാസ്റ്റ്, അത് കഴിഞ്ഞു. ശ്രദ്ധിക്കുക. അപ്പോൾ ചിന്തിക്കരുത്, അപ്പോൾ വിചാരിക്കരുത് അതോടുകൂടി ഞാൻ രക്ഷിക്കപ്പെട്ടു, കംപ്ലീറ്റ് ആയി, ഇനി ഞാൻ സ്വർഗത്തിൽ പോകുന്നു വിചാരിക്കരുത്. മറിച്ച് ആയിട്ടില്ല. ഇനി നമ്മൾ ഈ ജീവിതം നയിച്ച് ഭാവിയിൽ രക്ഷ പൂർത്തിയാവണം. കേൾക്കുന്നുണ്ടോ? അതുകൊണ്ട് വൺസ് സേവ്ഡ് ഓൾവേസ് സേവ്ഡ് അല്ല. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, ഒരിക്കൽ യേശുവിനെ അറിഞ്ഞു, അതുകൊണ്ട് സ്വർഗം ഉറപ്പായെന്ന് ചിന്തിക്കരുത്. ഇല്ല, ഇതൊരു യാത്രയാണ്. കേൾക്കുന്നുണ്ടോ? ഇതൊരു യാത്രയാണ്. ഇതൊരു യാത്രയാണ്. ഈ യാത്രയിൽ ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സ് അംഗീകരിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ യേശുവിനോടുകൂടി മരിച്ചു. ഒന്ന് പറ, ഞാൻ യേശുവിനോടുകൂടെ മരിച്ചു. ശ്രദ്ധിക്കുക, ഞാൻ യേശുവിനോടുകൂടെ മരിച്ചു എന്ന് പറയുമ്പോൾ എന്തിനൊക്കെ മരിച്ചു? എന്തിനൊക്കെ മരിച്ചു? പാപത്തിന് മരിച്ചു, ലോകത്തിന് മരിച്ചു. ഞാൻ യേശുവിനോടുകൂടെ മരിച്ചു എന്ന് പറയുമ്പോൾ പാപത്തിന് മരിച്ചു, ലോകത്തിന് മരിച്ചു. കേൾക്കുന്നുണ്ടോ? ഒരൊറ്റ സെക്കൻഡ് ശ്രദ്ധ മാറല്, മനസ്സിലായി? മറന്നുപോകും. അല്ലെങ്കിൽ ഇത് തന്നെ ചിന്തിക്കണം. ഇപ്പൊ വേറെ ഒന്നും ചിന്തിക്കരുത്. ഇപ്പൊ കടബാധ്യതയെ കുറിച്ച് ഓർത്തോണ്ടിരിക്കരുത്. മനസ്സിലായോ? ഇപ്പൊ ഇത് എന്താണ്? ഞാൻ യേശുവിനോടുകൂടെ മരിച്ചപ്പോൾ ഏതുറക്കത്തിലും ചോദിച്ചാൽ ഇപ്പൊ തട്ടി എഴുന്നേറ്റിട്ട്, ചേച്ചി ശാന്തമ്മേ പറഞ്ഞേ, പിന്നെ യേശുവിനോടുകൂടെ മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പറഞ്ഞോണം. എന്തിനൊക്കെ മരിച്ചു? 1, പാപത്തിന് മരിച്ചു. 2, ലോകത്തിന് മരിച്ചു. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മാമോദീസായിൽ പ്രഖ്യാപിക്കുകയാണ്, എനിക്കിനി പാപം ചെയ്യണ്ട. അതാണ് പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ. ഒരു വ്യക്തി മാമോദീസായിൽ പ്രഖ്യാപിച്ചു, എന്താണ്? എനിക്കിനി പാപം ചെയ്യണ്ട, എനിക്ക് പാപം ചെയ്യണ്ട, എനിക്ക് പാപത്തിന്റെ സന്തോഷം വേണ്ട, എനിക്ക് പാപം ചെയ്യണ്ട, ഞാൻ പാപം ചെയ്യത്തില്ല. ഹലോ, ഇതൊക്കെ തീരുമാനിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്നിട്ടാണ് 50,000 പാവം ഒരു ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഞാൻ പാപത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, ഞാൻ ഇനി പാപം ചെയ്യത്തില്ല, എനിക്ക് പാപം വേണ്ട. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ മനസ്സ് ഇത് സമ്മതിച്ചിട്ടുണ്ടോ? നമുക്ക് പാപം വേണ്ടെന്ന് ഉണ്ടോ? ഇല്ലയോ? ഇല്ല, പലപ്പോഴും ഇല്ല. നമ്മുടെ മനസ്സ് ഇപ്പോഴും പാപം ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് ഇപ്പോഴും പാപം കൊതിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നമുക്ക് ആരുടെയും കുറ്റം പറയാൻ ഒരു അവസരം കിട്ടിയാൽ പെട്ടെന്ന് പോയി കുറ്റം പറയുന്നത്, അതിനകത്തുനിന്ന് എന്തോ ഒരു സന്തോഷം വാങ്ങിക്കുന്നുണ്ട്.
മനസ്സിലായോ? ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ നരകത്തിൽ കിടക്കുന്ന ആത്മാക്കൾ മുഴുവൻ കൊലപാതകവും വ്യഭിചാരവും ചെയ്തവരാ നിങ്ങൾ വിചാരിക്കരുത്. ഈ കുറ്റം പറഞ്ഞതും പരിഹാസം പറഞ്ഞതും ദുഷിച്ചതും എല്ലാം സ്വർഗത്തിൽ ഉണ്ടാവത്തില്ല. അത്രയും ഗൗരവമുള്ള പാപമാണത്. അത്രയും അത് സ്നേഹത്തിനെതിരായ പാപമാണ്. അപ്പൊ പാപം ചെയ്യുമ്പോൾ പക്ഷെ എന്നാലും ഒരു കുറ്റം പറയുമ്പോൾ ഒരു സന്തോഷം. പാപത്തിന് മരിച്ചോ? അപ്പം പാപത്തിന്റെ സന്തോഷം ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാപം അതിനേക്കാൾ എനിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അതായത് ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ആത്മാവ് നശിക്കുകയാണ്, ഞാൻ അഭിഷേകത്തിൽ നിന്ന് താഴെ പോവാണ്, ഞാൻ പ്രാർത്ഥിച്ചുണ്ടാക്കി കൃപയെല്ലാം പോവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും കുറ്റം പറയുകയാണെങ്കിൽ ആ ആളുടെ വലിപ്പം, ആ ആൾക്ക് വലുതെന്താ? ദൈവമാണോ പാപമാണോ? പാപം. അങ്ങനെ ഒരാളിൽ എങ്ങനെ കൃപ വളരും? ഒരാൾ അബദ്ധത്തിൽ വീണു പോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നേ. അതായത് മനസ്സിലാവുകയാണ് എന്താണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ എൻ്റെ ആത്മാവ്, എൻ്റെ കൃപ എല്ലാം പോവും. കഷ്ടപ്പെട്ട് ഒരു വശത്ത് പ്രാർത്ഥിച്ചു 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 കുറെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് വൈകുന്നേരം ദേഷ്യപ്പെട്ടും വയലന്റായും കുറ്റം പറഞ്ഞും അസൂയപ്പെട്ടും ഉള്ളതെല്ലാം കൊണ്ട് കളയും. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ ഈ ഇന്ത്യ മുഴുവൻ മാനസാന്തരപ്പെടുത്തേണ്ട അഭിഷേകം നമ്മളിൽ ഓൾറെഡി നമ്മൾ പ്രാർത്ഥിച്ചുണ്ടാക്കിയിട്ടുണ്ട്. അത് മുഴുവൻ കൊണ്ട് കളഞ്ഞു. എങ്ങനെ? അപ്പൊ നമ്മൾ ചിന്തിക്കരുത്, കൊലപാതകം ചെയ്തിട്ടല്ല കൊണ്ട് കളഞ്ഞേ, മോഷ്ടിക്കാൻ പോയിട്ടല്ല കൊണ്ട് കളഞ്ഞേ, വ്യഭിചാരം ചെയ്തിട്ടല്ല കൊണ്ട് കളഞ്ഞേ. ചെറിയ 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 പാപത്തിലൂടെ, ആ പാപത്തെ സീരിയസ് ആയിട്ട് എടുക്കാത്തതിലൂടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന കുറുക്കന്മാരെ, ചെറിയ കുറുക്കന്മാരെ സൂക്ഷിക്കണം. വലിയ കുറുക്കന്മാരല്ല മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്നത്, പിന്നെ ചെറിയ കുറുക്കന്മാര്. പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ഒരു ആത്മീയ പൈതൽ, ഒരു ദൈവ പൈതൽ ചിന്തിക്കണം, ഞാൻ പാപത്തിന് മരിച്ച ഒരാളാണ്. എനിക്ക് പാപം ചെയ്യണ്ട, എനിക്ക് പാപത്തിലൂടെ കിട്ടുന്ന സന്തോഷം വേണ്ട, എനിക്ക് ദൈവത്തിലൂടെ കിട്ടുന്ന സന്തോഷം മതി. അപ്പൊ ഒന്നാമത്തെ കാര്യം ഇതാണ്. മാമോദീസ പ്രഖ്യാപിച്ചത്, ഞാൻ പാപത്തിന് മരിച്ചു. രണ്ടാമത്തേത്, ലോകത്തിന് മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ലോകത്തിൽ നിന്ന് കിട്ടുന്ന സന്തോഷവും വേണ്ട. ഈ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ എന്തിന്റെ പേരില്ല? അവര് നോക്കിയില്ല, ഇവര് നോക്കിയില്ല, അവര് ചിരിച്ചില്ല, ഇവര് ചിരിച്ചില്ല, അവരങ്ങോട്ട് നോക്കിയപ്പം ആ ജനൽ അടച്ചു, ഞാൻ അങ്ങോട്ട് നോക്കിയപ്പം അവര് ഗേറ്റ് അടച്ചിട്ട് ഒരു പട്ടിയെ തുറന്നിട്ട്. ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന, അൽഫോൻസാമ പ്രാർത്ഥിച്ചു, കർത്താവെ സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും ഒക്കെയുള്ള ആ ദുഷിച്ച ആഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. എന്താഗ്രഹം അത്? സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും വിലമതിക്കപ്പെടാനുമുള്ള ആ ദുഷിച്ച ആഗ്രഹത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. അതൊരു ദുഷിച്ച ആഗ്രഹമാണ്, അതൊരു ദുഷിച്ച ആഗ്രഹമാണ്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അതൊന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് എൻ്റെ കർത്താവ് മതി. എനിക്കെൻ്റെ കർത്താവിനോട് കുറെ കൂടെ അടുക്കണം, എനിക്കെൻ്റെ കർത്താവിനെ കുറെ കൂടെ സ്നേഹിക്കണം, എനിക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, എനിക്കൊരു ആത്മീയ മനുഷ്യനാവണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹമായിട്ട് മാറാത്ത കാലത്തോളം നമ്മൾ എത്ര 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 കൺവെൻഷൻ കൂടിയാലും നമുക്ക് വലിയ വ്യത്യാസം ഉണ്ടാവുന്നില്ല. ഒന്നാമത്തെ റോമർ 6 പറയുകയാണ്, അപ്പോഴെന്ത്? പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരായി നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും സ്ക്രീനിൽ നോക്കി ഉറക്കെ വായിക്കുക. അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? അങ്ങനെ അവന്റെ മരണത്തോട് നമ്മെ ഐക്യപ്പെടുത്തിയ ജ്ഞാനസ്നാനത്താൽ നാം അവനോടുകൂടെ സംസ്കരിക്കപ്പെട്ടു. ക്രിസ്തു മരിച്ചതിന് ശേഷം പിതാവിന്റെ മഹത്വത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും പുതിയ ജീവിതം നയിക്കേണ്ടതിനാണ് അവനോടൊത്ത് സംസ്കരിക്കപ്പെട്ടത്. അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവരായെങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സദൃശമായ ഒരു പുനരുത്ഥാനത്തിലും അവനോട് ഐക്യപ്പെട്ടവരായിരിക്കും. നാം ഇനി പാപത്തിന് അടിമപ്പെടാതിരിക്കത്തക്ക വിധം
പാപപൂർണമായ ശരീരത്തെ നശിപ്പിക്കാൻ വേണ്ടി നമ്മിലെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. അതിനാൽ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചിതനായിരിക്കുന്നു. നാം ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിൽ അവനോടുകൂടെ ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത ക്രിസ്തു ഇനി ഒരിക്കലും മരിക്കുകയില്ലെന്ന് നമുക്കറിയാം. മരണത്തിന് അവൻ്റെ മേൽ ഇനി അധികാരമില്ല. അവൻ മരിച്ചു. പാപത്തെ സംബന്ധിച്ചിടത്തോളം എന്നേക്കുമായി അവൻ മരിച്ചു. അവൻ ജീവിക്കുന്നു. ദൈവത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നു. അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ആദ്യത്തെ ആശയം അതാണ്. ആദ്യത്തെ ആശയം നമ്മൾ ഒരു തീരുമാനം മാമോദീസയിൽ പ്രഖ്യാപിച്ചവരാണ്. കർത്താവേ, എനിക്ക് പാപം ചെയ്യണ്ട. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളിൽ എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? എനിക്ക് പാപം ചെയ്യണ്ട, എനിക്ക് പാപം ഇല്ലാതെ ജീവിക്കണം. ഞാൻ പറയട്ടെ, ഒത്തിരി ആളുകൾക്ക് ഈ ആഗ്രഹം പോലും ഇല്ല. ഒത്തിരിയും പേർക്ക് ഈ ആഗ്രഹം പോലും ഇല്ല. എന്താണെന്നറിയാമോ? അതിൻ്റെ ഈ ആഗ്രഹം വരാത്തതിൻ്റെ കാരണം എന്താ? എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും നിങ്ങൾ ശവോടക്കിന് വല്ലതും വന്നാണോ? അല്ല ബെറിയലിന് വല്ലതും വന്നാണോ? നിങ്ങൾ പറ, ഫ്യൂണറലിന് വന്നാണോ? എന്തെങ്കിലും ഒന്നും ഉണ്ടാവോ? അതായത് നമുക്ക് പാപം ചെയ്യാതിരിക്കാൻ ഒരു ആഗ്രഹം പോലും ഇല്ല. എന്താ കാര്യം? അതായത് നമ്മൾ വിചാരിക്കുന്നത് പാപത്തിൽ നിന്ന് എന്തോ വലിയ സാധനം നമുക്ക് കിട്ടുമെന്നാണ് നമ്മുടെ ഉള്ളിൽ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പാപം പോയി കഴിഞ്ഞാൽ നമ്മുടെ സന്തോഷം പോകുമെന്നാണ് നമ്മുടെ വിചാരം. പാപത്തരുന്ന സന്തോഷത്തെക്കാളും വലുതാണ് ദൈവം തരുന്ന സന്തോഷമെന്ന് ആത്മാവ് തിരിച്ചറിയാം. അതുകൊണ്ട് ആദ്യമായിട്ടൊരു ദൈവവേദത്തിൽ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എനിക്ക് പാപത്തിൻ്റെ വ്യർത്ഥതയും ദൈവത്തിൻ്റെ വലിപ്പവും തിരിച്ചറിയാൻ എന്നെ സഹായിക്കണം. എനിക്ക് പാപം ചെയ്യുന്നതിനേക്കാളും സന്തോഷം എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടും എന്ന് തിരിച്ചറിയാനുള്ളൊരു കൃപ എനിക്ക് തരണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ, പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം അതാണ്. ഇനി അടുത്ത ഒരാശയം പറയുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അത് പക്ഷേ ഈ നമ്മുടെ ശരീരം സമ്മതിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മീൻ പറക്കുമ്പോൾ തൊട്ട് നമ്മുടെ ശരീരം പ്രശ്നമാണ്, ആണോ? അതെ, ഉപവാസമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മളിങ്ങനെ ഒന്ന് തയ്യാറായി വന്നതാണ്. അന്നേരമാണ് അപ്പുറത്തെ ചേച്ചി ഈ കഴിഞ്ഞ മാസം ഇതുവരെ മീൻ വാങ്ങിച്ചതല്ല, ഇന്ന് നമ്മൾ ഉപവസിക്കാൻ തീരുമാനിച്ചപ്പോഴാണ് അപ്പുറത്തെ ചേച്ചി മീൻ വാങ്ങിക്കുന്നത്. ശരീരം സമ്മതിക്കുമോ? പറ. ഭയങ്കര പാടാണ്. അതുകൊണ്ട് അതിനൊരു വഴി പറയണം. അടുത്ത വാക്യം വായിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? പറ. നിങ്ങളുടെ അവയവങ്ങളെ വായിക്കേ. 13ാമത്തെ വാക്യം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കും. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കണം. അപ്പൊ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തിന് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കണം. അതെങ്ങനെ സമർപ്പിക്കുന്നത്? ദൈവത്തിന് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കുന്നത് എങ്ങനെ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നമുക്ക് ഭയങ്കര കോപമാണെന്ന് വെച്ചോ. നമ്മൾ എപ്പോഴും ചെറിയ കാര്യം മതി കോപിക്കാൻ. ചെറിയ കാര്യം മതി, ഒരു കാര്യവും വേണ്ട കോപിക്കാൻ, അല്ലേ? ചില ചേട്ടന്മാരെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അതായത് ചേച്ചി ഒരു ദിവസം ബുൾസൈ ഉണ്ടാക്കി. അപ്പോൾ പറഞ്ഞു, ഓംലെറ്റ് അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാത്രം അടിച്ച് പൊട്ടിക്കാൻ. അപ്പോൾ പിറ്റേ ദിവസം ഓംലെറ്റ് ഉണ്ടാക്കി. ഇന്ന് ബുൾസൈ അല്ലേ എന്ന് പറഞ്ഞാണ് പാത്രം അടിച്ച് പൊട്ടിക്കുന്നത്. അപ്പോൾ ചേച്ചി ഒരു ദിവസം ഓംലെറ്റും ഉണ്ടാക്കി, ബുൾസൈ ഉണ്ടാക്കി. അന്നേരം അങ്ങേര് പറയുന്നത്, ഓംലെറ്റ് ഉണ്ടാക്കേണ്ട മുട്ട കൊണ്ട് ബുൾസൈ ഉണ്ടാക്കി, ബുൾസൈ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, ഇത് ചുമ്മാ വെറുതെ വഴക്കുണ്ടാക്കുന്ന. അപ്പം അങ്ങനെയുള്ള നേച്ചറുള്ള ആളുകളുണ്ട്. ഇതുപോലെ തന്നെയാണ് ദേഷ്യപ്പെടുന്നവർ, കുറ്റം പറയുന്നവർ എല്ലാം ഈ നേച്ചറാണത്. അതിനെന്ത് ചെയ്യണം? അതിനെ കർത്താവിന് സമർപ്പിക്കണം. അവയവങ്ങളെ സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോട്, കർത്താവേ, എൻ്റെ പ്രശ്നം കുറ്റം പറച്ചിലാണ്, അതിനെ ഞാൻ നിൻ്റെ കയ്യിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ കുറ്റം പറച്ചിലിന് മേൽ നിന്റെ കൃപ അയക്ക്, എന്നെ കുറ്റം പറയാത്ത ഒരാളാക്കി മാറ്റ്. പറഞ്ഞ ഹല്ലേലൂയ,
പറഞ്ഞ ഹല്ലേലൂയാ. അതായത് മനുഷ്യൻ്റെ നന്മ പറയുന്ന ആളായിട്ട് മാറ്റ്. ഒരാൾക്കൊരു 100 നന്മയുള്ളപ്പോഴായിരിക്കും ഒരു കുറ്റം ഉള്ളത്. അപ്പോൾ മനുഷ്യൻ്റെ നന്മ കാണുന്ന ഒരാളാക്കി എന്നെ മാറ്റ്. എനിക്ക് കുറ്റം കാണുന്ന ഒരാളാക്കി മാറ്റാതെ എന്നെ നന്മ കാണുന്ന ഒരാളായിട്ട് അപ്രീഷിയേറ്റ്, അയാളുടെ നന്മയെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന. എപ്പോഴും പറഞ്ഞുകൊണ്ട് നടന്നില്ലേലും മനസ്സിലായോ, മനസ്സിലുണ്ടത് കൊണ്ടല്ലോ, നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ, അയാളത് ചെയ്യുന്നുണ്ടല്ലോ, ദൈവമേ ഒരു പ്രതിഫലവും ഇല്ല, ആഗ്രഹിക്കാതെ ഇത് ചെയ്യുന്നുണ്ടല്ലോ, കഷ്ടപ്പെടുന്നുണ്ടല്ലോ, നന്മ. അല്ലാതെ ഒരു 100 നന്മയ്ക്കിടയിൽ ഒരു കുറ്റം കാണും. അത് ഇങ്ങനെ പറഞ്ഞോ, അത് ഒന്നോ കുറ്റം, അത് കൊണ്ടില്ലേ, ഇത് കൊണ്ടില്ലേ. മനസ്സിലായോ? ആത്മീയ മനുഷ്യരല്ല. ഞാനിത് അതിനെക്കുറിച്ച് തന്നെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടെന്നറിയോ, അതാണ് നമുക്ക്. അതായത് ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര അതും ഇതും ഒക്കെ, പക്ഷേ ഒരു സാധനമില്ല, ഒരു അഭിഷേകമില്ല. മനസ്സിലായി? നടന്നു പോയാൽ പരിശുദ്ധാത്മാവില്ല. എന്താ ഇല്ലാത്ത? അതെന്നെ ആകുലപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടായി പറയണേ. മനസ്സിലായോ? കാല് കുത്തുന്നെടുത്ത് പരിശുദ്ധാത്മാവ് വേണ്ടേ? കാരണം ഇത്രയും പ്രാർത്ഥിക്കുന്ന ആളുകളല്ലേ. അപ്പൊ ഇല്ലെങ്കിൽ അതിന്റെ കാര്യം എന്താ? എന്തോ പൈശാചികത ഇരിപ്പുണ്ടകത്ത്. അതുകൊണ്ടാണ് പറഞ്ഞേ, ആ പൈശാചികത ഒരു പൈശാചികതയാണ് ഈ കുറ്റം പറച്ചില്. വചനം പറയുന്നുണ്ട്, രഹസ്യം പറച്ചിലിന് പ്രത്യാഘാതം ഉണ്ടാവും. ഈ അടക്കി പറഞ്ഞതിനൊക്കെ എന്തുണ്ടാവും? പ്രത്യാഘാതം ഉണ്ടാവും. നീ ആത്മീയമായിട്ട് ആർജിച്ചെടുത്ത് 50,000 ധ്യാനം കൂടി അത് മുഴുവൻ 2 സെക്കൻഡ് കൊണ്ട് കളയാം. പറയുന്ന മനസ്സിലാവുന്നോ? ദൈവ മനുഷ്യർ എന്ത് ചെയ്യണം? നമ്മൾ ഇടവകയിൽ ചെല്ലുമ്പോൾ, പള്ളിയിൽ ചെല്ലുമ്പോൾ, കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ ദൈവം നന്മ കാണ്, നന്മ പറ. ഇനി ഒന്നും പറയണ്ട, ഇല്ല പറയണമെന്നൊന്നും ഇല്ലല്ലോ, മിണ്ടാ നടന്നാൽ. ഇനി എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ 10 കുറ്റം പറയുന്നതിന് പകരം ആ കുറ്റം പറയുന്ന ആളിൽ ഒരു 2 നന്മ പറ. നിനക്ക് അഭിഷേകം ഉണ്ടാവും, ആ ചുറ്റുപാടിന് അഭിഷേകം ഉണ്ടാവും. ഈ നാവിന്ന് വരുന്ന പിശാച് ഭയങ്കര പിശാചാണത്. ഒരു നിസാര പിശാചല്ലത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഞങ്ങൾ ഈ ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് പെട്ടെന്നറിയാം. മനസ്സിലായോ? ദൈവത്തിന്റെ അഭിഷേകം കളയണമെങ്കിൽ കൃപയില്ലാത്തൊരുത്തനെ 10 തവണ ഇതിലെ നടത്തിയാൽ മതി. പറഞ്ഞ ഹല്ലേലൂയാ. മനസ്സിലായോ? ഇതിന് ചുറ്റും കൃപയില്ലാത്ത ഒരുത്തനെ ഒരു 10 തവണ നടത്തിയാൽ മതി, ഉള്ള അഭിഷേകം കളയാം. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നോ? അപ്പൊ നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ പരിശുദ്ധാത്മാവ് വേണ്ടേ, കൃപ വേണ്ടേ? പ്രാർത്ഥിച്ചു. നിങ്ങളോട് ആൾ ചോദിക്കത്തില്ല, നിങ്ങൾ സെക്കൻഡ് സാറ്റർഡേ ഒരുങ്ങി കിട്ടി എല്ലാ ആഴ്ചയും പോകല്ലേ, നിങ്ങൾക്ക് എന്ത്? അപ്പം ആത്മാവ് നിറഞ്ഞ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇനി പോകുന്ന വഴിക്ക് എല്ലാം കുറ്റമെല്ലാം പറഞ്ഞ് അങ്ങോട്ട് പോയിട്ട് വെറുതെ വണ്ടിക്കൂലി കളഞ്ഞത് പഴയ പോയില്ലേ വെറുതെ. ആ സമയത്ത് വീട്ടിലിരുന്നായിരുന്നെങ്കിൽ വേറെ വല്ല എത്തപ്പോഴും തിന്നുകൊണ്ടിരിക്കാൻ. അതിന് പകരം വെറുതെ വന്ന് സമയം കളഞ്ഞു. നിസാര അല്ല ഇത്, നിസാര അല്ല. ഞാനല്ല, ഡാനിയലച്ചനല്ല, പരിശുദ്ധാത്മാവാണ്. ഈ താക്കീത് നീ അവഗണിക്കരുത്. ഞാൻ നിന്നോട് പറയാണ്, ഈ താക്കീത് നീ അവഗണിക്കരുത്. ഞാനല്ല ഇത് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവാണ് ഇത് പറയുന്നത്. ഈ താക്കീത് നീ അവഗണിക്കരുത്. കാരണം നീ ഒരു ആത്മീയ മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ ഈ നാവിന്റെ ദുരുപയോഗം കൊണ്ട് നടക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇങ്ങനെ പ്രാർത്ഥിച്ചോണം, കർത്താവ് ഇനി അടുത്ത ആളുടെ കുറ്റം പറയുന്നതിന് മുമ്പ് ഞാൻ അറ്റാക്ക് വന്ന് മരിച്ചു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചോണം. അങ്ങനെ പ്രാർത്ഥിക്കങ്ങോട്ട്. കർത്താവ് അടുത്ത ആളുടെ കുറ്റം പറയാൻ നാവ് വെക്കുന്നതിന് മുമ്പ് എനിക്ക് അറ്റാക്ക് വന്ന് ഞാൻ മരിച്ചോട്ടെ. എനിക്ക് അതിലും ഭേദം മരിക്കുക. അറ്റാക്ക് വന്ന് മരിച്ചാൽ സ്വർഗത്തിലെങ്കിലും പോകും. നീ കുറ്റം പറയാതെ വന്ന് മരിച്ച മനസ്സിലായോ? അല്ലാതെ 150 വയസ്സ് വരെ ജീവിച്ചിരുന്നിട്ട് നാട് മൊത്തം കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. ശരിയാക്കുമല്ല അത്തനെ തന്നെയാണ്. ഞാൻ വയലൻ്റാണ്. അതുകൊണ്ട് ഇത് കേട്ടോണം. രഹസ്യം പറച്ചിലിന് അപ്പൊ അത് സമർപ്പിക്കണം. അതിൽ അഡ്രസ്സ് ചെയ്യാതെ വെറുതെ നടക്കരുത്. അത് ഒരു പ്രശ്നമുണ്ട്, കർത്താവ് എനിക്ക് ഈ മേഖലയിൽ ഒരു പ്രശ്നമുണ്ട്, എനിക്ക് ഭയങ്കര അസൂയാണ്, കുശുമ്പാണ്, എനിക്ക് ഭയങ്കര കുശുമ്പാണ്. എന്താണ്? എനിക്ക് എന്നെക്കാളും സൗന്ദര്യമുള്ള ഒരാളെ കണ്ടാൽ കുശുമ്പാണ്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് കുശുമ്പാണ്. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അവൻ്റെ തലയിൽ തേങ്ങ വീഴണേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് കുശുമ്പാണ്, എനിക്ക് കുശുമ്പ് കാരണം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നെക്കാളും മിടുക്കനായ ഒരാളെ കണ്ടപ്പോൾ, എന്നെക്കാളും ആരോഗ്യമുള്ള ഒരാളെ കാണുമ്പോൾ മനസ്സിലായോ? അപ്പോൾ എനിക്ക് സാമാന്യം വലിയ തിരക്കേടില്ലാത്തൊരു വയറുണ്ട്. ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാതെ ഉണ്ട്. അപ്പോൾ എനിക്ക് വയറൊന്നും ഇല്ലാതെ നല്ല 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 ഇങ്ങനെ നല്ല എന്താണ് ഞാൻ പറയുന്നത്, 6 പാക്ക് എന്നോ? പിന്നെ എല്ലാം അറിയാമല്ലോ, 6 പാക്ക്. ഇതൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ 6 പാക്ക്. എന്ത് പാക്കായാലും
അപ്പം ഞാൻ ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരാളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കുശുമ്പാണ്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിന്തിക്കുകയാണ്, ദൈവമേ ഇവന് കുടൽ രോഗം വരണേ. ഞാൻ ചിന്തിക്കുകയാണ്, കാരണം എനിക്ക് ഇത് കാണുന്നത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ അവനെ കുറിച്ച് പറയാവുന്ന കുറ്റമെല്ലാം ഇങ്ങനെ വലിയ ഇതായിട്ട് നടന്നിട്ട് എന്ത് കാര്യം, അതല്ല അവന് ബൈബിൾ അറിയത്തില്ലല്ലോ, അവന് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറ്റം പറഞ്ഞ് നടക്കുക. അതിന് പകരം ഞാൻ എന്ത് ചെയ്യണം, കർത്താവേ കുശുമ്പെന്ന് പറയുന്ന ഒരു പിശാച് എൻ്റെ അകത്തിങ്ങനെ ഇരിക്കുകയാണ്. കർത്താവേ ഈ കുശുമ്പ് പിശാച് കാരണം എൻ്റെ ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എല്ലാം വെറുതെ പോയി. എങ്ങനെയെന്നറിയാവോ, ഈ ഒരു ഈശോ പറഞ്ഞില്ലേ മർക്കോസിന്റെ സുവിശേഷത്തിൽ, എന്താ, വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും, അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ. ആരുടെ പിശാച? ഈ അടുത്തിരിക്കുന്നവൻ്റെ പിശാചല്ല, നമ്മുടെ അകത്ത് തന്നെ ഓരോ പിശാചിരിപ്പുണ്ട്. കുഞ്ഞു 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 പിശാചാണ്. ഈ വലിയതല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇളകാത്തത്. മനസ്സിലായോ? ഇളകാത്ത എന്തുകൊണ്ടാണ്? വലുതാണ് ഇളകുന്നത്. മറ്റേതൊക്കെ ചെറിയ ചെറിയ പിശാചാണ്. അത് അവിടെ ഇങ്ങനെ സമാധാനമായിട്ട് പ്രാർത്ഥനയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരുന്നോളും. അങ്ങനത്തെ പിശാചാണ് നമ്മളിലുള്ള പിശാചല്ല. മനസ്സിലായോ? ചെറിയ 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 ടൈനി പിശാചുകളാണ്. ടൈനി പിശാച്, ഷൈനി പിശാചല്ല, ടൈനി പിശാച്. അപ്പോൾ അങ്ങനെ ഈ പിശാചെല്ലാം കൂടെ നമ്മുടെ അകത്ത്. അപ്പോൾ എന്തെന്നറിയാം, നമ്മൾ ഇങ്ങനെ ഈ പ്രാർത്ഥിച്ച് നല്ല കൃപയൊക്കെ പ്രാപിക്കുമ്പോൾ ഈ പിശാച് അകത്തിരുന്നിട്ട് അത് മുഴുവൻ എടുത്ത് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാം പിശാച് പോയാലേ ഇത് നമ്മുടെ അകത്ത് ഭക്ഷണമായിട്ട് മാറത്തുള്ളൂ. മനസ്സിലായോ? നമ്മുടെ അകത്ത് ഇത് ഭക്ഷണം അല്ല, ഇത്തിൽ കണ്ണി പോലാണത്. മരത്തിന് കിട്ടേണ്ടത് മുഴുവൻ ഈ ഇത്തിള് തിന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ പോലാണ്. നമുക്ക് കിട്ടേണ്ട വളർച്ച മുഴുവൻ അവൻ തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ പ്രാർത്ഥിക്കണം, എൻ്റെ കർത്താവേ ഈ പിശാച് എൻ്റെ അകത്തിരുന്നിട്ട് എൻ്റെ കൃപയെല്ലാം കളയുകയാണ്. കർത്താവേ ഞാൻ ഈ കുശുമ്പിനെ ഞാൻ നിനക്ക് സമർപ്പിക്കാം. ഞാൻ ഒരു കുശുമ്പനാണ്, ഞാനൊരു അസൂയക്കാരനാണ്, എന്നെ കർത്താവെ ഒന്ന് സ്പർശിക്കണേ. ഒരു ദിവസം പ്രാർത്ഥിച്ചാൽ പോരാ, എന്താണോ നമ്മുടെ പ്രശ്നം അവയവങ്ങളെ സമർപ്പിക്കണം. മനസ്സിലായി എന്താ അർത്ഥമെന്ന്? നമ്മുടെ പ്രശ്നം എന്താണോ അതിനെ സമർപ്പിക്കും. വിധേയപ്പെടാൻ തയ്യാറല്ല, അനുസരിക്കാൻ തയ്യാറല്ല, ഭയങ്കര നിഷേധമാണ്, ഭയങ്കര അഹങ്കാരമാണ്. കർത്താവേ എൻ്റെ ഈ ശരീരത്തിൽ ഭയങ്കര അഹങ്കാരമാണ്, കർത്താവേ ഈ അഹങ്കാരത്തെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഇതെല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും ഒന്ന് എഴുന്നേറ്റ് നിൽക്കും, എല്ലാ ദിവസവും ഇത് പ്രാർത്ഥിക്കണം. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചൊരു അഭിഷേകത്തിൽ നിന്നില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്നെ ഇത് ആകുലപ്പെടുത്തുന്നുണ്ടോണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്കൊരു പുരോഗതി ഉണ്ടാവുന്നില്ല. മനസ്സിലായോ? ഒരു പുരോഗതി ഉണ്ടാവുന്നില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾ ഇന്ന ആളാണ്, ഞങ്ങൾ ഇന്ന ധ്യാനഗുരുവിൻ്റെ ആളാണ്, ഒരു കാര്യമില്ല. മനസ്സിലായോ? 38 വർഷം ഒരു ചേട്ടൻ കിടന്നു കുളത്തിൻ്റെ കര. ഏത് കുളം? ബെത്സദ കുളത്തിൻ്റെ കരയിൽ. ആ കുളത്തിൻ്റെ പ്രത്യേകത എന്താ? ആ വെള്ളം ഇളകുമ്പോൾ അതിനകത്ത് ഇറങ്ങുന്നവൻ സുഖപ്പെടും. വെള്ളം ഇളകും, അതായത് സൗഖ്യം തരുന്ന ഒരു കുളത്തിൻ്റെ കരയിൽ 38 കൊല്ലം ഒരുത്തൻ സുഖപ്പെടാതെ കിടന്നു. വല്ലോ മനസ്സിലായോ? എല്ലാ ദിവസവും സൗഖ്യം സംഭവിക്കുന്ന ഒരു കുളത്തിൻ്റെ കരയിൽ ഒരുത്തൻ 38 കൊല്ലം സുഖപ്പെടാതെ കിടന്നു. വല്ലോ മനസ്സിലായോ? ഇതാണ് പലരുടെ അവസ്ഥ. എന്താ? ഇതാണ് പലരുടെ അവസ്ഥ. നല്ല അഭിഷേകവും നല്ല കൃപയുള്ള എല്ലാ സാഹചര്യങ്ങളും കിട്ടുന്നുണ്ട്, എല്ലാം പ്രാർത്ഥിക്കും, എല്ലാം യൂട്യൂബിൽ ഇനി കാണാൻ വീഡിയോ ഇല്ല. അച്ഛൻ എന്താ ഇടാത്തതെന്നാ പറയാത്തത്? ഞാൻ തിന്നിങ്ങനെ വീർത്തിരിക്കുകയാണ്, അച്ഛൻ ഇനി അടുത്ത് ഇടൂ അച്ഛാ എന്നാ പറയും. എല്ലാം കിട്ടുന്നു, എല്ലാം. ഇനി ഒരാളുടെ മാത്രമല്ല, ലോകത്തുള്ള സകല ധ്യാനഗുരുക്കന്മാരുടെ എല്ലാ പ്രബോധനം അരച്ച് കലക്കി അവരെ ഇനി പഠിപ്പിക്കും. എന്നെ മറന്നു പോയിട്ടുണ്ട്, എന്നോട് ചോദിച്ചാൽ മതി, എനിക്കറിയാമെന്നാ പറയും. അത്ര അറിയാം, പക്ഷെ എന്താ ഒരു വളർച്ച സുഖപ്പെടുന്നില്ല. എന്താ കാര്യം? അതിങ്ങനെ ചില മേഖലകൾ അതിനെ നമ്മൾ അങ്ങ് നിസാരമായിട്ട് കണ്ട് മുന്നോട്ട് പോവുക. നിസാരമായിട്ട് അതിനെ അങ്ങ് നിസാരമാണ്, അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒന്നാമത്തെ കാര്യം അപ്പസ്വലം പറയണം, ഒരിക്കലും പാടില്ല, ഒരിക്കലും കൃപ സമൃദ്ധമാകാൻ വേണ്ടി പാപത്തിൽ തുടരണമോ? ഒരിക്കലും പാടില്ല. അതുകൊണ്ട് ആഗ്രഹിക്കുക, കർത്താവേ എനിക്കൊരു ആത്മീയ മെച്ചം ഉണ്ടാവണമെങ്കിൽ ഞാൻ കുറേ ഇത്തിൽ കണ്ണികളെ എന്നിൽ നിന്ന് പിഴുത് കളയേണ്ടതുണ്ട്, എന്നെ ഒന്ന് സഹായിക്കേണ്ട കർത്താവേ എന്ന് ഇന്ന് നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവം നിന്നെ സ്പർശിക്കും. ഇന്ന് വഴിത്തിരിവുണ്ടാവും, ഇന്ന് മുതലൊരു വ്യത്യാസം വരും. നമ്മൾ കാല് കുത്തുന്നിടത്ത് കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്ക് ഒരുപാട് ആളുകൾ ഞാൻ വിളിച്ചാൽ വരാൻ എൻ്റെ കൂടെ ഉണ്ട്, എനിക്കറിയാം. പക്ഷെ എല്ലാവരും കൂടെ വരാൻ ഞാൻ ആഗ്രഹിക്കത്തില്ല. മനസ്സിലായോ? കാരണം കൃപയുള്ളവൻ കൂടെ നിന്നിട്ടേ കാര്യമുള്ളൂ.
കൃപയുള്ളവൻ കൂടെ എന്നാലേ നമുക്ക് കൃപ കിട്ടത്തുള്ളൂ. 500 പേരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ കൃപ, ഗ്രേസ് ഉള്ളവൻ, ആ പരിശുദ്ധാത്മാവുള്ളവൻ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനകത്ത് ഏർപ്പെടാതെ കർത്താവിനെ ഏകാഗ്രതയോടെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അവനവൻ്റെ കാര്യം നോക്കി ദൈവത്തെ വിളിച്ച് ആത്മാക്കളെ അങ്ങനെ നടക്കുന്നതും കൂടെ എന്നിട്ടേ കാര്യമുള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോഴേ ആ അഭിഷേകം ഉണ്ടാകത്തുള്ളൂ. അവിടെ 5000 പേര് വേണമെന്നൊന്നുമില്ല, ഒരാൾ മതി. പക്ഷെ ആൾ അനോയിന്റഡ് ആയിരിക്കും, ആൾ കൃപയുള്ള ആളായിരിക്കും, ആൾ അഭിഷേകമുള്ള ആളായിരിക്കും. അയാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന അയാളുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ആവശ്യമില്ലാത്ത വയ്യാവേലിക്കെല്ലാം പോയി അത് കൊണ്ട് കളഞ്ഞിട്ടില്ല. കരങ്ങൾ ഉയർത്ത്, പ്രാർത്ഥിക്ക്, ദാഹിക്ക്, ഉണര്, മെച്ചപ്പെട്, കേറി വാ, ഇങ്ങനെ കിടക്കാതെ കരങ്ങൾ ഉയർത്തി ശക്തമായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, അതിനെ തുറന്ന് സ്തുതിക്കട്ടെ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഇരിക്കെ. വാക്യം 14, വാക്യം 13. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. പ്രത്യുത മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. അടുത്ത വാക്യം. പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. അതുകൊണ്ടെന്ത്? നാം നിയമത്തിന് കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്ക് കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഉറക്കെ, ഒരിക്കലും പാടില്ല. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതിനാൽ ദൈവത്തിന് നന്ദി. നിങ്ങളുടെ പരിമിതി നിമിത്തം ഞാൻ മാനുഷിക രീതിയിൽ സംസാരിക്കുകയാണ്. ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ അവയവങ്ങളെ അശുദ്ധിക്കും അനീതിക്കും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ അവയെ വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി നീതിക്ക് അടിമകളായി. നന്നായിട്ട് ശ്രദ്ധിക്കാമോ? ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കാമോ? അതായത് ഇത്രയും കാലവും നമുക്ക് ഒരു ചിന്തയുണ്ടായിരുന്നു, പാപം ചെയ്താലും കുഴപ്പമില്ല. എന്നാൽ നമ്മൾ യേശുക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഇനി പാപം ചെയ്യാൻ പാടില്ല. ഞാൻ നീതിക്ക് വേണ്ടി ജീവിക്കേണ്ട ആളാണ്, ഞാൻ വിശുദ്ധീകരിക്കപ്പെടേണ്ട ആളാണ്, ഞാൻ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കേണ്ട ആളാണ്. അതുകൊണ്ട് ഞാൻ ഇനി പാപത്തിൻ്റെ അടിമയായിട്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ദൈവത്തിന് എൻ്റെ അവയവങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, എൻ്റെ ജീവിതത്തെ ഓരോ പാപമേഖലയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ മേഖലയാണ് ഇപ്പോൾ എനിക്ക് പ്രശ്നം, ആ മേഖലയിൽ നീ എന്നെ സഹായിക്കണം, എനിക്ക് നീ കൃപ തരണം എന്ന് ആരെങ്കിലും നിരന്തരമായി പ്രാർത്ഥിച്ചാൽ ഏത് പാപമേഖലയുടെ മേലും കർത്താവ് നമുക്ക് വിജയം തരും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പാപം നമ്മളെ വിട്ടുമാറാത്തത്? നമ്മൾ ആ മേഖല ദൈവത്തിന് സമർപ്പിക്കാത്തത്. ഇത് കിട്ടിയോ? അതായത് അപ്പസ്തോലനായ പൗലോസ് നമുക്ക് പറഞ്ഞു തരുന്ന വിലപ്പെട്ടൊരു ഉപദേശമാണ്. ഏത് മേഖലയിലാണോ നമ്മൾ വീണുപോകുന്നത് ആ മേഖലയെ ഒരു ദിവസമല്ല, നിരന്തരമായി എന്നും സമർപ്പിക്കണം, എന്നും സമർപ്പിക്കണം. പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെടുന്നു, യേശു എന്നെ രക്ഷിച്ചു, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, എന്നിൽ രക്ഷ. കുറേ മേഖലകളിൽ നടന്നു, എനിക്ക് കർത്താവിനോട് സ്നേഹം കിട്ടി, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. എന്നാൽ കർത്താവേ, ചില മേഖലകൾ എനിക്കിപ്പോഴും പ്രശ്നമായിട്ടുണ്ട്, ചില മേഖലകളിൽ എനിക്ക് പറ്റുന്നില്ല, ചില കാര്യങ്ങൾ എന്നെക്കൊണ്ട് അതിജീവിക്കാൻ പറ്റാത്ത മേഖലയുണ്ട്. ഇതാ ഒരു 5 കാര്യം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. കർത്താവേ, ഞാൻ ഇത് സമർപ്പിക്കുന്നു. ഇത് ഒരു ദിവസം ചെയ്താൽ പോരാ, ഒരു ദിവസം ചെയ്താൽ പോരാ. നിങ്ങൾ വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്നും കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എന്താണോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഏത് മേഖലയിലാണോ നിങ്ങൾ വീണു പോകുന്നത് ആ മേഖല നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ച് അതിജീവിച്ചാൽ ആ മേഖലയിൽ നിങ്ങൾക്ക് മറ്റാർക്കും കിട്ടാത്തൊരഭിഷേകം കിട്ടും. ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് നിങ്ങൾക്ക് മദ്യപാനമാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ മദ്യപാനത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു, നിങ്ങൾ മദ്യത്തിൻ്റെ മേൽ വിജയം നേടിയാൽ നിങ്ങൾക്ക് ആ മേഖലയിൽ അനേകായിരം മദ്യപാനികളെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് വിടുവിക്കാനുള്ളൊരു അഭിഷേകം ദൈവം നിങ്ങൾക്ക് തരും. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? ഏത് കാര്യത്തിൻ്റെ മേലാണോ വിജയം നേടുന്നത് അതിൻ്റെ മേൽ നിങ്ങൾക്കൊരു അധികാരം ഉണ്ടാവും. നിങ്ങൾ പുകവലിയുടെ മേൽ വിജയം നേടിയ ഒരാളാണെങ്കിൽ, കൃപ പ്രാപിച്ച ഒരാളാണെങ്കിൽ, പുകവലിക്കുന്നവരെ വിടുവിക്കാൻ നിങ്ങൾക്ക് അതിൻ്റെ മേൽ ഒരു അധികാരം ഉണ്ടാവും.
നിങ്ങൾ നാവിൻ്റെ തെറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൂഷണം, കുറ്റം, അപവാദം, ആക്ഷേപം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. നിങ്ങൾ അതിനെ നിയന്ത്രിച്ച് നിങ്ങൾ ആ നാവിലൊരു അഭിഷേകം പ്രാപിച്ചാൽ, നിങ്ങൾ നാവ് കൊണ്ട് ഒരാളോട് സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ അയാൾ സുഖപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായി? നിങ്ങൾ നാവ് കൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെടും, നീ വിഷമിക്കണം, നീ പൊക്കോ, സമാധാനമായിട്ട് പൊക്കോ, കർത്താവ് നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ആ വ്യക്തി സഹായിക്കപ്പെടും. എന്താ ഇത് കുറവ് വരാത്തെ? അവിടെ ഈ ആത്മാവിൻ്റെ ഒഴുക്കിന് പ്രശ്നം കിടക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് അവിടെ തടസ്സം കിടക്കുകയാണ്. അതെൻ്റെ പ്രിയ ദൈവമക്കൾ മനസ്സിലാക്കണം. ആത്മീയമായിട്ട് വളരാൻ ആഗ്രഹിക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ കഷ്ടപ്പെടുന്നു, രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നു, പക്ഷേ 1% പോലും ആത്മീയ വളർച്ച ഉണ്ടാവുന്നില്ല. എന്താ കാര്യം? കെട്ടപ്പെട്ട് കിടക്കുന്ന മേഖലകളുണ്ട്. പിശാച് ഓരോ കുറ്റിയിലും ഓരോരുത്തരെ കെട്ടിയിരിക്കുകയാണ്. പശുവിനെ കെട്ടിയിടുന്ന പോലെയാണ്. കയറിൻ്റെ നീളം അനുസരിച്ച് ചലിക്കാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വട്ടപ്പാറയ്ക്ക് പോകേണ്ടതാണ് ഈ പശു. പോകാൻ പറ്റുമോ? ഈ കയറിന് എത്രയാണ്? ഇതിന് 1/2 മീറ്റർ നീളമേ ഉള്ളൂ. ഈ 1/2 മീറ്റർ, ഈ 1 മീറ്റർ നീളമുള്ള കയറിനകത്ത് കിടന്ന് ഈ പശു കിടന്ന് കറങ്ങാണ്. വട്ടപ്പാറ, തമ്പാനൂർ പോകേണ്ട പശുവാണിത്. പറ്റുമോ? മനസ്സിലായി? ഈ പശുവിന് വിസ കിട്ടി അമേരിക്കയിൽ പോകേണ്ട പശുവാണിത്. ഈ പശുവിന് പോകാൻ പറ്റുമോ? പറ്റില്ല. കാരണം എന്താണ്? പിശാച് 1 മീറ്റർ കയറിനകത്ത് കെട്ടി ആ കയറിനകത്ത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആത്മീയ വളർച്ച ഉണ്ടാവുന്നില്ല, ഒരു അഭിഷേകം ഉണ്ടാവുന്നില്ല. കുറച്ച് അറിവ് കിട്ടിയോണ്ട് കാര്യമുണ്ടോ? കുറച്ച് മറ്റുള്ളതൊക്കെ കൂടുതൽ 10 ബൈബിൾ വാക്യം കൂടുതൽ അറിയാം. എന്താ കാര്യം? ഒരു കാര്യമില്ല. ആത്മീയ വളർച്ചയില്ലെങ്കിൽ ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. ആത്മാവിലൊരു വളർച്ചയില്ല, ഒരു അഭിഷേകം വളർന്നിട്ടില്ല, ഒരു കൃപ പ്രാപിച്ചിട്ടില്ല. നമുക്ക് ജനത്തിന്റെ ഹൃദയത്തിൽ ഒരു ഇടപെടൽ നടത്താൻ പറ്റുന്നില്ല. മനസ്സിലായോ? നമ്മൾ സാധാരണക്കാരെ പോലെ ജീവിച്ചിരിക്കുകയാണ്. ഒരു പിശാച് വന്നാൽ അവനെ ബഹിഷ്കരിക്കാനുള്ള അഭിഷേകം തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു ഇതിനോടകം. അതുണ്ടായില്ല. എന്താ കാര്യം? കിടക്കാണ്, ഓരോ കുറ്റി കിടന്ന് ഇങ്ങനെ കറങ്ങാണ്. ഞാൻ വയലൻ്റാണ് ഇന്ന്. ഓരോ കുറ്റി കിടന്ന് കറങ്ങാണ് ഇങ്ങനെ. അത് സമർപ്പിക്കണം. അത് സമർപ്പിച്ചിട്ട്, കർത്താവ് എനിക്ക് ഇതിൻ്റെ മേൽ വിജയം എന്താ? നിങ്ങൾ യുദ്ധം ചെയ്ത് കയറി വരണം. അല്ലാതെ 2010 അതിനേക്കാൾ താഴോട്ട് പോയി അവസ്ഥയിൽ ഇപ്പോൾ ഇരിക്കരുത്. മനസ്സിലായി? പലരെയും കാണുമ്പോൾ സങ്കടം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ഒന്നാമത് എനിക്ക് എന്നെക്കുറിച്ച് സങ്കടമുണ്ട്, രണ്ടാമത് പലരെയും കാണുമ്പോൾ സങ്കടമുണ്ട്. എന്താ? കയറി വരുന്നില്ല, ഒരു കൃപയിൽ അഭിഷേകത്തിൽ കയറി വരുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? വെറുതെ സമയം കളയാണ്. 50,000 ധ്യാനം കൂടിയിട്ടുണ്ട്. നമ്മൾ എവിടെ കൺവെൻഷൻ പോയാലും ഉണ്ട്. കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് അതുകൊണ്ടൊരു സന്തോഷമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എൻ്റെ എല്ലാ കൺവെൻഷനും കൂടുന്നു, നിങ്ങളെ ഞാൻ എല്ലാ കൺവെൻഷനും മുൻനിരയിൽ കാണുന്നു. എനിക്കതുകൊണ്ടൊരു സന്തോഷമില്ല. എനിക്ക് എൻ്റെ ആദ്യ കൂടുകയാണ്. അയ്യോ, ഒരു വ്യത്യാസമില്ലല്ലോ 17 കൺവെൻഷനായിട്ടും. സന്തോഷമില്ല. സന്തോഷം വരണമെങ്കിൽ മനസ്സിലായ, നിങ്ങൾ 2 കൺവെൻഷൻ കൂടി കൃപ പ്രാപിച്ചിട്ട് നിങ്ങൾ അപ്പുറത്ത് പോയി 10 ആത്മാക്കളെ നേടുന്നു, ശക്തരായിട്ട് ദൈവ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് കണ്ടാൽ എനിക്ക് സന്തോഷം ഉണ്ടാവും. അല്ലാതെ എൻ്റെ മുമ്പ് 50,000 തവണ വന്നിരുന്നിട്ട് എന്ത് കാര്യം? ഞാൻ ഡാലിനച്ചും ജീവിക്കുന്നിടത്താണ് ജീവിക്കുന്നത്. എന്ത് കാര്യം? ശരിയാക്കുന്നുണ്ട് ഞാൻ. എന്ത് കാര്യം? ഞാൻ ഡാലിനച്ചൻ്റെ കൂടാണ്. എന്ത് കാര്യം? ഒരു കാര്യമില്ല. നീ എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല. നീ പോയി 10 ആത്മാക്കളെ നേട്, അഭിഷേകം പ്രാപിക്കുക. നീ നിൽക്കുന്നിടത്തൊരു ചലനം ഉണ്ടാവിട്ട് എനിക്ക് സന്തോഷമാണ്. ഞാൻ 5 ദിവസം അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ 50,000 ആത്മാക്കളെ നേടി എന്ന് പറഞ്ഞാൽ അതിനെനിക്ക് സന്തോഷമുണ്ട്. അല്ല, നീ ആജീവനാന്ത എൻ്റെ കൂടെ നിന്നിട്ട് എനിക്കെന്ത് കാര്യം? പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? കേറി വരണം, അല്ലാതെ ഇങ്ങനെ കിടക്കരുത്. അപ്പോ പറയുകയാണ്, ഇപ്പോൾ അവയവങ്ങളെ വിശുദ്ധീകരണത്തിന് വേണ്ടി നീതിക്ക് അടിമകളായി നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നപ്പോൾ, വാക്യം 20, നീതിയുടെ നിയന്ത്രണത്തിൽ അല്ലായിരുന്നു. ഇപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ഫലം കിട്ടി? അവയുടെ അവസാനം മരണമാണ്. എന്നാൽ നിങ്ങൾ ഇപ്പോൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള. അപ്പോൾ 6-ാം അധ്യായം. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ എന്ത് കേൾക്കണേ? മടുത്തോ? ഇല്ല, മടുക്കരുത്. ഇന്ന് ഇപ്പോഴും പെടത്തില്ല, നിൽക്കണം. എന്താണെന്നറിയാം? 6-ാം അധ്യായം പറയുന്നത്, അതായത് നമ്മുടെ മുമ്പിലെ ഒരു പ്രശ്നം പാപമാണ്. ഒരു പ്രശ്നം നമുക്ക് ഈ കൃപയിൽ വളരാൻ പറ്റാത്തപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുഴപ്പമില്ല, ഇതൊക്കെ മനുഷ്യ സഹജമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ജീവിക്കും. അപ്പോൾ അപ്പസ്തലൻ പറയണം, ആ പരിപാടി നടക്കത്തില്ല, അത് നടക്കത്തില്ല, കയറി വന്നേ പറ്റൂ. 6-ാം അധ്യായം
ഇനി 7-ാം അധ്യായം എന്ന് പറയുന്നത് വേറൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും. ഇത് നമ്മൾ സാധാരണ കേൾക്കുന്ന കാര്യമല്ല, ശ്രദ്ധിച്ചാലേ മനസ്സിലാവൂ. വേറൊരു ഉപായം നമ്മൾ കണ്ടുപിടിക്കും. എന്തായാലും ഒക്കുന്നില്ല, നമുക്ക് കയറി വരാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലീഗലിസം എന്ന് പറയുന്ന ഒരു ട്രാപ്പിലേക്ക് പോകും. നിയമപാലനം എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ആശയമല്ല. എന്താണെന്ന് ഞാൻ വിശദീകരിക്കാം. ലീഗലിസം ഇത് വേറൊരു പിറ്റ്ഫോളാണ്, ഇത് വേറൊരു അപകടമാണ്. ഒരിടത്ത് നമ്മൾ പാപത്തിലേക്ക് തന്നെ പോകും, കയറി വരത്തില്ല. രണ്ടാമത്തേത് നിയമപാലനത്തിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ചില അനുസരിക്കാൻ പറ്റുന്ന നിയമങ്ങൾ നമ്മൾ കണ്ടെത്തും. രാവിലെ 6 മണിക്ക് തന്നെ പള്ളി വരിക, ഓക്കെ. വെളുപ്പാങ്കാലത്ത് 5:30 എഴുന്നേറ്റ് പള്ളി വരിക. ഒരു നിയമം, ഒരു റൂള് നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് ആ റൂള് പാലിക്കും. ദിവസം ഒരു 4 കൊന്തയിടുക, ഒരു റൂള്. പിന്നെ വേറൊരു റൂളാണ്, ഞാൻ ബൈബിൾ 2 അധ്യായം വെച്ച് വായിക്കും, വേറൊരു റൂള്. ഇങ്ങനെ ചില നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ നിയമം പാലിക്കുന്നതിൽ അഹങ്കരിക്കും. ബൈബിൾ വായിക്കാത്ത 2 അധ്യായം വെച്ച് വായിക്കുന്ന എനിക്ക് വായിക്കാത്ത എല്ലാവരോടും പരമ പുച്ഛം. 5:30 പള്ളി വരുന്ന എനിക്ക് 6:30 എത്തുന്ന സകലരോടും പരമ പുച്ഛം. എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന എനിക്ക് കുർബാനയ്ക്ക് പോകാത്തവരോടല്ല പരമ പുച്ഛം. നിങ്ങൾക്ക് മനസ്സിലായി? ലീഗലിസം. പുച്ഛം മാറിയിട്ടില്ല, അഹങ്കാരം മാറിയിട്ടില്ല, കോപം മാറിയിട്ടില്ല, അസൂയ മാറിയിട്ടില്ല. ചില നിയമങ്ങൾ മാത്രം വെച്ചിട്ട് അത് പാലിച്ചിട്ട് ആത്മീയരാണെന്ന് ഭാവിക്കും. പിടികിട്ടിയോ? ഇതിന്റെ പേരാണ് ലീഗലിസം. 7-ാം അധ്യായം പറയുന്നത് നിയമത്തിൽ നിന്നും നിങ്ങൾ മോചിതരായി. നിങ്ങൾ പാപത്തിന് മാത്രമല്ല മരിച്ചത്, ലോകത്തിന് മാത്രമല്ല മരിച്ചത്, നിയമത്തിനും മരിച്ചു. ഇനി ചില നിയമങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞൊന്നും നിനക്ക് രക്ഷ കിട്ടത്തില്ല. 7-ാം അധ്യായം നിയമത്തിൽ നിന്ന് മോചനം. വായിക്കാം. സഹോദരരെ, നിയമത്തിന് ഒരുവന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ? നിയമം അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ഇങ്ങോട്ട് നോക്ക്, ഒന്നുകൂടെ ഞാൻ വിശദീകരിക്കുകയാണ്. 6-ാം അധ്യായം പറയുന്നത്, 6-ാം അധ്യായത്തിൽ ഈ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ടൊരു മനുഷ്യന് പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവൻ എന്ത് ചെയ്യും? പാപത്തിൽ വീണുപോകും. അപ്പൊ അവനെ നയിക്കുന്നത് ആരാണ്? പാപം. ഇനി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ മറ്റു ചില മനുഷ്യരുണ്ട്. അവരെന്ത് ചെയ്യും? ഈ നല്ലതായിട്ട് ജീവിക്കാനുള്ള ആഗ്രഹത്തിൽ അവര് പാപമല്ല പിന്നെ അവരെ നിയന്ത്രിക്കുന്നത്. പിന്നെന്താ? നിയമമാണ്. നിയമമാണ്. അതായത് പള്ളിയിൽ പോകുന്നു. എന്തുകൊണ്ടാ പോകുന്നേ? ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുക്കണം എന്ന് എന്തുണ്ട്? നിയമമുണ്ട്. ആ നിയമമുണ്ട്, അത് തെറ്റിക്കാൻ പാടില്ല. സാബത്ത് പറ്റത്തില്ല, സാബത്താചരിക്കണം, പറ്റത്തില്ല. അത് പിന്നെ കുർബാന, അത് എന്നും കുർബാന സ്വീകരിക്കണം. നിയമമുണ്ട്, നിയമം. ഉപവാസം വെള്ളിയാഴ്ച അത് വർജിക്കണം, നിയമമുണ്ട്. അവരാശ്രയിക്കുന്നത് എന്തിനെയാണ്? നിയമത്തെയാണ്. അപ്പോസ്തലൻ പറയാണ് ഇതും കെണിയാണ്. നിയമം ഉള്ളതുകൊണ്ടാണ് അവര് നന്നായിട്ട് ജീവിക്കുന്നത്. ജീവിക്കുന്നുണ്ട് നന്നായിട്ട്. എന്തുകൊണ്ടാ? നിയമം ഉള്ളത് കൊണ്ടാണ്. അപ്പോസ്തലൻ പറയാണ് നിയമം കൊണ്ടും അല്ല നമ്മൾ ജീവിക്കേണ്ടത്, വേറൊരു ജീവിതമുണ്ട്. അതാണ് 8-ാം അധ്യായം. പാപമല്ല നയിക്കുന്നത്, നിയമമല്ല നയിക്കുന്നത്, ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം. അതാണ് 8. 7 വായിക്കാം. 7. സഹോദരരെ, നിയമത്തിന് ഒരുവന്റെ മേൽ അധികാരമുള്ളത് അവൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണെന്ന് അറിഞ്ഞുകൂടെ? നിയമം അറിയാവുന്നവരോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അടുത്ത വാക്യം. വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയായിരിക്കുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ, അതുപോലെ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി, ഇത് നിങ്ങൾ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവൻ്റെ സ്വന്തമാകേണ്ടതിനും അങ്ങനെ നാം ദൈവത്തിന് വേണ്ടി. അപ്പോസ്തലൻ ഉപമ പറയുകയാണ്. നല്ലതായിട്ട് ശ്രദ്ധിക്കാത്ത ആർക്കും മനസ്സിലാവത്തില്ല. ഇവിടെ ഭാര്യ ഭർത്ത് ബന്ധത്തിൻ്റെ ഉപമ പറയുകയാണ്. അതായത് വിവാഹം നടന്നു,
വിവാഹമോചനം പാപമാണ്. ഇനി ഈ സ്ത്രീ, ഇനി ഈ ഭാര്യ ഈ വിവാഹത്തിൽ നിന്ന് മോചിതയാകണമെങ്കിൽ എന്ത് ചെയ്യണം? പറ ഭർത്താവ് മരിക്കണം ആണല്ലോ. അപ്പൊ ഈ നമ്മൾ ഇത്രയും വായിച്ച് ശ്രദ്ധിച്ച് കേട്ടെന്ന് വിചാരിക്കുന്നു. വായിച്ചതിന്റെ വെളിച്ചത്തിൽ ഈ നിയമമാകുന്ന ഭർത്താവ്, നിയമമാണ് ഭർത്താവ്. ആരാണ് ഭർത്താവ്? ഇത്രയും കാലവും നമ്മളെ നന്നാവാൻ സഹായിച്ചുകൊണ്ടിരുന്നത് എന്താണ്? നിയമം എന്ന് പറയുന്നത് ഭർത്താവ് നമ്മളോട് പറഞ്ഞു രാവിലെ എഴുന്നേക്കണം, ഇവിടുത്തെ റൂൾ ഇതാണ്. ഭർത്താവ്, നിയമം എന്ന് പറയുന്നത് ഭർത്താവ്. ആ ഭർത്താവ് നമ്മളോട് പറയാണ്, നമ്മൾ ഭാര്യയാണ്, നമ്മളോട് പറയാണ് ഇവിടുത്തെ നിയമം, ഈ വീട്ടിലെ നിയമം, നിന്റെ വീട്ടിൽ നിന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞോടാ. ഈ വീട്ടിലെ നിയമം എന്ന് പറഞ്ഞാൽ ഇവിടെ 5 മണിക്ക് എഴുന്നേറ്റോണം. ഓ 5:30 പള്ളി പൊക്കണം. പൊക്കോളാം. 6:30 വന്നിട്ട് പാത്രം കഴുകിക്കോണം. കഴുകാം. 7:30 ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കണം. റെഡിയാക്കാം. 8:30 എനിക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ള എടുത്തു തരാം. 9:30 മുതൽ ഉച്ചക്കത്തുള്ള ഭക്ഷണം ഉണ്ടാക്കാം. കംപ്ലീറ്റ് നിയമമാണ്. ഈ നിയമം എന്ന് പറയുന്ന ഭർത്താവിൻ്റെ പ്രത്യേകത, ഈ ജോലിയിൽ ഒരു ചെറിയ വിരൽ കൊണ്ട് പോലും ഈ നിയമം എന്ന് പറയുന്ന ഭർത്താവ് സഹായിക്കത്തില്ല. സഹായിക്കുമോ? കൊല്ലരുതെന്ന് പറയുന്ന നിയമത്തിന് കൊല്ലാതിരിക്കാനുള്ള ശക്തി തരാൻ കഴിവുണ്ടോ? മോഷ്ടിക്കരുതെന്ന് പറഞ്ഞ നിയമത്തിന് മോഷ്ടിക്കാതിരിക്കാനുള്ള സഹായം ആ നിയമം തരുമോ? ഇല്ല. ശാസനം മാത്രമേ ഉള്ളൂ, സഹായമില്ല. അങ്ങനെ വളരെ കാർക്കശ്യക്കാരനായ നിയമം എന്ന് പേര് വിളിക്കുന്ന ഭർത്താവ്. ഈ ഭാര്യ സഹിച്ചു. ആരാണ് ഭാര്യ? നമ്മളാണ് ഭാര്യ. നമ്മൾ സഹിച്ചു, നമ്മൾ പൂർത്തി മുട്ടിയിരിക്കുകയാണ് ഈ നിയമം കൊണ്ട്. അയ്യോ, ആ നിയമം, ഈ നിയമം എന്നെ കൊണ്ട് പറ്റുന്നില്ലേ. ആ നിയമം അനുസരിക്കാനുള്ള ആരോഗ്യം ഈ ശരീരത്തിന് ഇല്ല. ഈ ശരീരത്തിന് അതിന് ഓപ്പോസിറ്റ് ചെയ്യാനാണ് വാസന. അപ്പം നമ്മളാകുന്ന ഭാര്യ ഈ നിയമമാകുന്ന ഭർത്താവിൻ്റെ മുമ്പിൽ പൊറുതി മുട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ രാജ്യത്ത് ഡൈവോഴ്സ് ഇല്ല. എന്തു ചെയ്യും? ഇനി ഏക വഴി, ഈ ഭർത്താവിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി പറയൂ. ഭർത്താവ് മരിക്കണം. എന്ത് സന്തോഷം! ഭർത്താവ് മരിക്കണം എന്നൊക്കെ പറയുന്നത്. എന്ത് ചെയ്യണം? ഭർത്താവ് മരിക്കണം. കേൾക്കണേ. അപ്പൊ 7-ാം അധ്യായം പറഞ്ഞ ഒന്നുകൂടെ വായിക്കാം, ശ്രദ്ധിച്ച് കേട്ടോണം. ഭർത്താവ് മരിച്ചാൽ, 2-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാണ്. വിവാഹിതയായ സ്ത്രീ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവനോട് നിയമത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചാൽ ഭർത്താവുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കെ അന്യപുരുഷനോട് ചേർന്നാൽ അവൾ വ്യഭിചാരിണി എന്ന് വിളിക്കപ്പെടും. ഭർത്താവ് മരിച്ചാൽ അവനുമായി തന്നെ ബന്ധിക്കുന്ന നിയമത്തിൽ നിന്ന് അവൾ സ്വതന്ത്രയാകും. പിന്നീട് മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്താൽ വ്യഭിചാരിണിയാകുന്നില്ല. അതുപോലെ എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമത്തിന് നിങ്ങൾ മരിച്ചവരായി ഇത് നിങ്ങൾ. അപ്പോൾ ചോദിക്കട്ടെ, ഈ ഇത് അനുസരിച്ച് നമ്മൾ ഈ നിയമത്തിൽ നിന്ന് എങ്ങനെയാണ് സ്വതന്ത്രരായത്? ഭർത്താവ് ഉത്തരം പൂർണ്ണമായും തെറ്റാണ്. നിയമം എന്ന് പറയുന്ന ഭർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടി മരിച്ചോ? നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനല്ല ഞാൻ വന്നത്, പൂർത്തിയാണ്. നിയമം എന്ന് പറയുന്ന ഭർത്താവ് മരിച്ചിട്ടില്ല. ഉണ്ടോ? ഇപ്പോഴും നിയമം ഉണ്ടോ? ഉണ്ട്. പിന്നെങ്ങനെയാ നമ്മൾ സ്വതന്ത്രരായേ? ഈ വിവാഹബന്ധത്തിൽ നിന്ന് സ്വതന്ത്രയാവാൻ ആ സ്ത്രീയുടെ മുമ്പിലുള്ള 2-ാമത്തെ സാധ്യത ആ സ്ത്രീ മരിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? ആ സ്ത്രീയുടെ മുമ്പിൽ ഈ കുഴപ്പം പിടിച്ച കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവശേഷിക്കുന്ന ഏക സാധ്യത, ഭർത്താവ് ഒരിക്കലും മരിക്കാൻ പോണില്ല. നിയമം എന്ന് പറയുന്ന ഭർത്താവിന് മരണം ഇല്ല. ഇനി ഈ സ്ത്രീയുടെ മുമ്പിൽ ഏറ്റവും വലിയ സാധ്യത, ഏറ്റവും ആകെയുള്ള സാധ്യത ആ സ്ത്രീ മരിക്കുക എന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ 4-ാമത്തെ വാക്യം. അതുപോലെ എൻ്റെ സഹോദരരെ, ക്രിസ്തുവിൻ്റെ ശരീരം മുഖേന നിയമമാകുന്ന ഭർത്താവിന് നിങ്ങൾ മരിച്ചവരായി. നിയമം മരിച്ചില്ല, നിങ്ങൾ മരിച്ചിട്ട്. അപ്പൊ നിങ്ങൾ മരിച്ചു കഴിഞ്ഞപ്പോൾ മരണം, ജീവിച്ചിരിക്കുന്ന കാലത്തെ ഈ കല്യാണത്തിന് ഉടമ്പടി ഉള്ളൂ. മരണം നിങ്ങളെ വേർപിരിക്കും വരെ എന്നല്ലേ ആ ഉടമ്പടി? അങ്ങനല്ലേ? അങ്ങനെ പറഞ്ഞ ഓർക്കുന്നുണ്ടോ പള്ളി വെച്ച്? അല്ലേ? ഇന്ന് മുതൽ മകരം വരെ അല്ല, അങ്ങനെയാണ് വിചാരിച്ചു വെച്ചിരുന്നത്. മകരം വരെന്ന്. ഇന്ന് മുതൽ മരണം വരെ. ഇന്ന് മുതൽ മരണം വരെ. അപ്പോ എന്ന് വരെയാണ് ഈ ഉടമ്പടി? മരണം വരെ. മരണം കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി, ഈ ഉടമ്പടി ഇല്ല. അതുകൊണ്ട് ഈ കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഏക വഴി ഒന്നീ ഭർത്താവ് മരിക്കുക, അല്ലെ ഭാര്യ മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഭാര്യ മരിച്ചു, നമ്മളാകുന്ന ഭാര്യ മരിച്ചു. എവിടാ മരിച്ചേ? 6-ാം അധ്യായം. എവിടാ മരിച്ചേ? നമ്മൾ മാമോദീസായിൽ നമ്മൾ പറഞ്ഞു, കുഴപ്പം പിടിച്ച ഭർത്താവേ, നിങ്ങളുടെ കൂടി ഇനി 1 സെക്കൻഡ് കൂടി ഞാൻ ജീവിക്കത്തില്ല, ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു.
അങ്ങനെ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? മരിച്ചവരുടെ ലോകത്ത് വേറൊരു കല്യാണത്തിന്റെ ഓഫറുമായി വേറൊരാൾ വന്നു. ആ ആളുടെ പേരാണ് പുതിയ ഭർത്താവ്. ആരാണ്? യേശു ക്രിസ്തു. അവന്റെ സ്വന്തമായി. ഹല്ലേലൂയാ. നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ 7-ാം അധ്യായം മനസ്സിലാവത്തില്ല. 7-ാം അധ്യായം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നിയമം മരിച്ചെന്നാണ്. നിയമം മരിച്ചിട്ടില്ല. മരിച്ചത് നമ്മളാണ്. നമ്മൾ മരിച്ചിട്ട് ഈ ലോകത്തിലേതിന് വ്യത്യസ്തമായ വേറൊരു കല്യാണം മരിച്ചവരുടെ ലോകത്ത് നമ്മൾ വേറൊരാളുമായി നടത്തി. ആ ആൾ യേശു ക്രിസ്തു. അങ്ങനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടവന്റെ സ്വന്തമായി മാറി. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ ഇനിമേൽ നമ്മൾ നയിക്കപ്പെടുന്നത് നിയമത്താലല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ഇനി നിങ്ങൾ ഇവിടെ 50,000 രൂപ കിടക്കുന്നു, നിങ്ങൾ അത് എടുക്കത്തില്ല. എന്താ കാര്യം? ക്യാമറ ഉള്ളോണ്ടല്ല, നിയമം ഉള്ളോണ്ടല്ല. അതായത് നമ്മളെ നയിക്കുന്നത് നിയമമല്ല. നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ വളരെ സ്നേഹിക്കുന്ന നമ്മുടെ ഭർത്താവ് നമ്മളോട് പറയും, നമ്മുടെ അല്ലല്ലോ അത്, നമുക്കത് വേണ്ട. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? ക്രിസ്തുവിലുള്ള ആത്മീയ ജീവിതം എന്ന് പറയുന്നത് നിയമം ഉള്ളതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ജീവിക്കുന്നതല്ല. ഒരു ഭർത്താവ് നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റൂ. ഈ ഭർത്താവ് കാരണം ഈ ഭർത്താവിന്റെ പ്രത്യേകത നിയമം പോലല്ല. 5:30 എഴുന്നേക്കാൻ പറഞ്ഞാൽ ഈ ഭർത്താവ് 5:30 നമ്മളെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഭർത്താവ് പറയും, നീ തന്നെ പാത്രം കഴുകാൻ പോകണ്ട, ഞാനും വരുമെന്ന് പറയും. ഈ ഭർത്താവ് പറയും, നീ കഴുകണ്ട, ഞാൻ കഴുകാമെന്ന് പറയും. അതാണ് ഭർത്താവ്. ഞാനല്ല, ദൈവകൃപയാണ് അധ്വാനിച്ചത്. നമ്മൾ അവന്റെ സ്വന്തമായി മാറി. അതുകൊണ്ട് അവന്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. അത് വെളിയിൽ ആരും നമ്മളെ ഭീഷണിപ്പെടുത്തിയോണ്ടല്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചീത്ത പറഞ്ഞവരെ തിരിച്ച് ചീത്ത പറയാത്തത്, ഇവിടെ ചീത്ത പറഞ്ഞാൽ നിങ്ങളെ വല്ലവരും തല്ല, അവന് നല്ല ആരോഗ്യമുണ്ടെന്ന് വിചാരിച്ചിട്ടല്ല. മറിച്ച് നിങ്ങളുടെ ഈ ഭർത്താവ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അടിച്ചവന് പുറവും താടിമീശ പറിച്ചവർക്ക് കവിളും കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ വീട്ടിലെ രീതി. നീ വിഷമിക്കണ്ട, നിനക്കത് പറ്റാത്തതുകൊണ്ട് ഞാൻ വന്ന് അടി വാങ്ങിച്ചോളാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? കുറച്ചെങ്കിലും മനസ്സിലായോ? ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല. കുറെ നിയമം ഉള്ളതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ആ നിയമം പറഞ്ഞിട്ടുണ്ട്, അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്നുമല്ല. എൻ്റെ കർത്താവ് ആത്മാവ്, പരിശുദ്ധാത്മാവ് നയിക്കുന്നത് പോലാണ്. അങ്ങനെയാണ് നമ്മൾ ദൈവത്തിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നത്. നാം ശാരീരിക അഭിലാഷങ്ങൾക്ക് അനുസരിച്ച് വാക്യം 5, നാം ശാരീരിക അഭിലാഷങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്നപ്പോൾ മരണത്തിന് വേണ്ടി ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നിയമം വഴി പാപകരമായ ദുരാശകൾ നമ്മുടെ അവയവങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ നമ്മളെ അടിമപ്പെടുത്തിയിരുന്നതിന് മരിച്ച് നിയമത്തിൽ നിന്ന് മോചിതരായി ഇത് ആത്മാവിന്റെ പുതുമയിൽ, നിയമത്തിന്റെ പഴമേലല്ല നാം ആത്മാവ്, പരിശുദ്ധാത്മാവ് നയിക്കപ്പെട്ടവരായി നാം ദൈവ ശുശ്രൂഷ ചെയ്യുന്നതിന് വേണ്ടി ആണ്. വല്ല മനസ്സിലായോ? തൽക്കാലം ഇത്രയും മതി. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറയപ്പെടാതെ നമുക്ക് നല്ല ജീവിതം സാധ്യമല്ല. മനസ്സിലായോ? നമ്മൾ ആളുകളോട് മര്യാദയ്ക്ക് പെരുമാറുന്നു, ആളുകളോട് നമ്മൾ ഒഫൻഡ് ചെയ്യുന്നില്ല, നമ്മൾ ആളുകളെ ബഹുമാനിക്കുന്നു. മനസ്സിലായോ? നമ്മൾ ആളുകളുടെ വരുന്ന വണ്ടിയുടെ വലിപ്പം നോക്കിയല്ല അവരെ ബഹുമാനിക്കുന്നത്, അല്ലെ ആൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കോസ്റ്റ് നോക്കിയിട്ടല്ല നമ്മൾ ഒരാളെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇതെല്ലാം നമ്മുടെ ഭർത്താവ് നമുക്ക് തന്ന ഫോർമേഷനാണ്, കൾച്ചറാണ്. അതായത് ക്രിസ്തു എന്ന് പറയുന്ന ഭർത്താവ് നമ്മളോട് പറയാണ്, നിങ്ങൾ മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ളവരുടെ ഭാര്യമാർ ജീവിക്കുന്നത് പോലെ അല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. അവ തെറിക്കുത്തരം മുറിപ്പത്തല് അല്ല. മനസ്സിലായോ? എന്തടാന്ന് ചോദിച്ചാൽ ഏതടാന്ന് ചോദിക്കുന്നത് അല്ല. ഇവിടുത്തെ ഈ ഭർത്താവിൻ്റെ രീതി വ്യത്യാസമാണ്. അതുകൊണ്ട് ഈ ഭർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ആയിരുന്നു നമ്മളെ സഹായിക്കാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ നമ്മൾ തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൽ പുതിയ 8-ാം അധ്യായം പറയുന്ന ഈ ആത്മാവിലുള്ള ജീവിതമാണ്, ആത്മാവിലുള്ള ജീവിതം. വല്ല മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് മെച്ചപ്പെടണം. നമ്മൾ ധ്യാനം കൂടുന്നത് നല്ലതാണ്, പക്ഷേ ധ്യാനം കൂടുന്നത് എന്തിനു വേണ്ടി? നമ്മിലെ പൈശാചികതകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്.
മനസ്സിലാവുന്നുണ്ടോ? മർക്കോസ് 16:14 മുതൽ ഒന്ന് വായിച്ച്, അത് വായിച്ച് നിർത്താം. മർക്കോസ് 16:14 മുതൽ, മർക്കോസ് 16:14 മുതൽ വായിക്കേ. മർക്കോസ്. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അടുത്ത വാക്യം. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു തരാം. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ആരുടെ പിശാച്? നമുക്ക് ലഭിച്ച വിശ്വാസം കൊണ്ട്, നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളിലെ അവശേഷിക്കുന്ന പിശാചുക്കളെ ബഹിഷ്കരിക്കുമ്പോൾ അവർ പുതിയ ഭാഷ സംസാരിക്കും. അതേത് ഭാഷയാണ്? ആ ഭാഷ അവരൊന്നുമല്ലത്, ആ ഭാഷ അവരൊന്നുമല്ല. അവർ പുതിയ ഭാഷകൾ എന്ന് പറഞ്ഞാൽ അവനവനിലെ ഓരോ പിശാചും കീഴടക്കുന്നതനുസരിച്ച് നമുക്കൊരു പുതിയ ഭാഷ കിട്ടും. ആ ഭാഷയാണ് സ്നേഹത്തിൻ്റെ ഭാഷ. സ്നേഹത്തിൻ്റെ ഭാഷ പിടികിട്ടുന്നോ? അതായത് നമ്മളിലുള്ള ഓരോ പിശാചും പുറത്തു പോകുന്നതനുസരിച്ച് നമ്മൾ കൂടുതൽ 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 സ്നേഹമുള്ള മനുഷ്യരായിട്ട് മാറും. കൂടുതൽ 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 സ്നേഹമുള്ളവരായിട്ട് മാറും. പുതിയ ഭാഷ. അടുത്ത വാക്യം. അവർ സർപ്പങ്ങളെ, ആരാ സർപ്പം? വെയിറ്റ്. അവർ വാവാ സുരേഷ് ആവുമെന്നല്ല. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കുമെന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യരെ പോലും അവർ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യും. മനസ്സിലാവുന്നോ? അതാണ് സർപ്പം. കൈകാര്യം ചെയ്യാൻ പ്രയാസമുള്ള മനുഷ്യരെ പോലും, മനസ്സിലായ? കെട്ടിയോൻ ഒരു തരത്തിൽ ഈ പഞ്ചായത്തിൽ പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തവനാണ് ആര്? ഭർത്താവ്. പക്ഷേ അഭിഷേകമുള്ള ഭാര്യ ഇങ്ങനെ ചരടെ കെട്ടി ഇങ്ങോട്ട് വാ മനുഷ്യനെ, ഇങ്ങോട്ട് വാ, നിങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ടോ. അയാൾ നാട്ടിലെ ഗുണ്ടയാണ്, എന്നാലും അയാൾ വളരെ അനുസരണയോടുകൂടി. കാരണം അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ഇയാൾ നാട്ടിലെ ഗുണ്ടയാണ്, ബാക്കി എല്ലാവരും പേടിച്ചോടും. പക്ഷെ ഭാര്യയുടെ മുമ്പിൽ ഇയാൾ ചുണ്ടലിയാണ്. മാരകമായ എന്ത് കുടിച്ചാലും, മനസ്സിലാവുന്നോ? നിങ്ങൾ അങ്ങനെ ഒരു അഭിഷേകം പ്രാപിച്ചാൽ നിങ്ങൾക്ക് വെളിയിൽ നിന്ന് വരുന്ന മന്ത്രവാദം, ആഭിചാരം, ക്ഷുദ്രം, ഇതൊന്നും നിങ്ങൾ അകത്തുള്ള പിശാചിനെ കീഴ്പ്പെടുത്തിയാൽ പുറത്തുള്ള പിശാചിന് നിങ്ങളുടെ മേൽ അധികാരമില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾ അകത്തുള്ള പിശാചിൻ്റെ മേൽ അധികാരമുള്ള ആളാണെങ്കിൽ വെളിയിലുള്ള പിശാച് നിങ്ങളെ കാണുമ്പോൾ ഓടും. മാരകമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കത്തില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും. അവസാനം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഈ ആത്മാവിൽ വളരാതെ ദൈവ ശുശ്രൂഷ പറ്റില്ല. മനസ്സിലായോ? ദൈവാനുഭവത്തിൽ വരുന്നതിന് മുമ്പുള്ള അതേ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. അങ്ങനെയാണെങ്കിൽ വെറുതെ സമയം കളയരുത്. അടുത്ത മാസം മുതൽ ഇങ്ങോട്ട് ഒരു കാരണവശാലും വരരുത്. നിങ്ങൾക്കുള്ള സ്ഥലമല്ല ഇത്. ഒരു പടി കൂടി നിങ്ങൾക്ക് വളരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വരരുത്. വോളണ്ടിയേഴ്സായിട്ട് നിൽക്കരുത്. ധ്യാനം കൂടാനും വരരുത്. മെച്ചപ്പെടാൻ പറ്റുമോ? വളരാൻ പറ്റുമോ? പിശാചിനെ തോൽപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്കുള്ള സ്ഥലമാണ് ഇത്. പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് ആ ദാഹത്തോടു കൂടി പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം.